കേരളക്കരയിലെ മലയാളികൾക്ക് അറിവിന്റെ അക്ഷരങ്ങൾ തേടി പുറപ്പെടണമെന്ന് ബോധവൽക്കരിച്ച, അനാഥമക്കളെ സംരക്ഷിക്കുവാനുള്ള കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്ന് കേരളക്കരയോട് ആദ്യമായി സംസാരിച്ച, ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചെന്ന് പഠിക്കണമെന്ന് മുസ്ലിം ഉമ്മത്തിനോട് ആഹ്വാനം ചെയ്ത, വലിയ സമ്മേളനം വിളിച്ചു ചേർത്ത് ആ സമ്മേളനത്തിൽ ഏറ്റവും ആളുകൾ ശ്രദ്ധിക്കുന്ന ചില സന്ദേശങ്ങൾ കൈമാറിക്കൊടുക്കുമ്പോൾ, നിങ്ങളൊരു കൊച്ചു വീടാണ് ഉണ്ടാക്കുന്നതെങ്കിലും, ഒരു കൂരയാണ് പണിയുന്നതെങ്കിലും, അതിൽ ഒരു റൂമെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് പഠിക്കാനും വായിക്കാനും വേണ്ടി മാറ്റിവെക്കണമെന്ന് സമ്മേളനങ്ങളിൽ ആളുകളെ ബോധ്യപ്പെടുത്തിയ, അന്ധവിശ്വാസത്തിന്റെ അനാചാരങ്ങളുടെ മാറാപ്പുകൾ പേറി ജീവിക്കുന്ന മുസ്ലിം ഉമ്മത്തിനോട് അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആനിലേക്ക്, പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിലേക്ക് മുസ്ലിം ഉമ്മത്തിനോട് തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒറ്റയാൽ പടയോട്ടം നടത്തിയ നവോത്ഥാന നായകന്മാരെ കുറിച്ച് കേരളക്കരയിലെ മലയാളികൾക്കറിയും. സനാഉൽ മക്തി തങ്ങളെ പോലെയുള്ളവരിൽ നിന്ന് തുടക്കം കുറിച്ച് അവിടുന്ന് ഇങ്ങോട്ട് ഒരു നൂറ്റാണ്ടിലേറെയായി കവലകളിൽ, ഗ്രാമാന്തരങ്ങളിൽ, തെരുവീഥികളിൽ, പട്ടണങ്ങളിൽ ആളുകൾ വന്നു ചേരാൻ സാധ്യതയുള്ള മേഖലകളിൽ ഭൗതികമായ യാതൊരു ലാഭവും ആഗ്രഹിക്കാതെ, ഭൗതികമായ യാതൊരു പ്രോഫിറ്റും കൊതിക്കാതെ സർവശക്തനായ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധന പ്രവർത്തനം ഏറ്റെടുത്തവരാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന്റെ പ്രബോധന ദൗത്യം വിശ്രമമില്ലാതെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കേരളക്കരയിലെ ഇന്ന് ഈ വേദി കെട്ടിയ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ആ പ്രബോധന സംഘത്തിന്റെ പ്രബോധന വേദിയിലാണ് മണിക്കൂറുകൾ നിങ്ങൾ ഇവിടെ നിന്ന് സംസാരങ്ങൾ കേട്ടിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പറയാനുള്ളത് എന്ത് എന്ന് ഈ ബേക്കൽ പ്രദേശത്ത്, ഈ അങ്ങാടിയുടെ പരിസരത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട്, എത്രയോ സംസാരങ്ങൾ നിങ്ങൾ കേട്ടവരാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിന്റെ തിരക്കുകൾ അല്പം തീർന്നുപോയ, റിസൾട്ടിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളൊക്കെയുള്ളത്. ആ രാഷ്ട്രീയ ചൂടുപിടിച്ചു നിൽക്കുന്ന സമയത്ത് ഈ ബേക്കൽ അങ്ങാടിയിൽ എത്രയെത്ര സംസാരങ്ങൾ നടന്നിട്ടുണ്ടാവും. അതല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ കേരളക്കരയിൽ ഒരുപാട് മുജാഹിദ് പ്രസ്ഥാനങ്ങളെ പോലെ ഒരുപാട് സംഘങ്ങൾ ഇവിടെയുണ്ട്. സമസ്ത എന്നറിയപ്പെടുന്ന പ്രസ്ഥാനമുണ്ട്, തബ്ലീഗുണ്ട്, ജമാഅത്തുണ്ട്. അതുപോലെ ഒട്ടനവധി അതിന്റെ ശാഖകളായി പ്രവർത്തിക്കുന്ന ഒട്ടനവധി സംഘങ്ങളും സംഘടനകളുമുണ്ട്. ബേക്കൽ അങ്ങാടിയിലെ മനുഷ്യരോട്, ഇത് ഓൺലൈനിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന് പറയാനുള്ളത്, നിങ്ങൾ കേട്ട് കാര്യങ്ങളെ ഒന്ന് മാറ്റുരച്ച് പരിശോധിക്കാൻ തയ്യാറാവണം. ഇവിടെ മഗ്രിബിന് മുമ്പ് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തുകളെ നിങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് സുന്നത്തിനെ കുറിച്ചും ബിദ്അത്തിനെ കുറിച്ചും ഒക്കെയുള്ള സംസാരങ്ങൾ നടന്നപ്പോ, പ്രിയപ്പെട്ടവരെ, അതൊക്കെ നമ്മെ കുറ്റപ്പെടുത്തുകയാണോ എന്ന് തോന്നുന്നതിന് പകരം ഞാൻ പോകുന്ന റൂട്ട് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുവാൻ ഒരു മുസ്ലിമിന് ബാധ്യതയില്ലേ? പ്രിയപ്പെട്ടവരെ, ഇല്ലേ? ഇപ്പൊ ഒരു ഇലക്ഷൻ കഴിഞ്ഞപ്പോ ആർക്ക് വോട്ട് കൊടുക്കണമെന്ന് നമ്മൾ പലാവർത്തി ആലോചിച്ചിട്ടില്ലേ? ഉറച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകൾ പോലും രാഷ്ട്രീയമായ നിരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ ചിന്തകൾ, ആലോചനകൾ മനസ്സുകളിലൂടെ കടന്നുപോയിട്ടില്ലേ? ഉണ്ട് എന്നതൊരു സത്യമാണ്. ഈ ബേക്കൽ എന്ന് പറയുന്ന ഈ കൊച്ചു അങ്ങാടിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പിൽ ചെന്ന് ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോ ഏതാവണമെന്ന് നമ്മൾ 100 വട്ടം ആലോചിക്കാറില്ലേ? നമ്മളെ കണിഞ്ഞിരിക്കുന്ന ഷർട്ടിന്റെയും മുണ്ടിന്റെയും പാന്റിന്റെയും ഒക്കെ തുണിയെക്കുറിച്ച്, അത് വാങ്ങാൻ പോകുന്ന തുണിയാണ് ആവട്ടെ, റെഡിമെയ്ഡ് വസ്ത്രങ്ങളാകട്ടെ, വാങ്ങുന്നതിന് മുമ്പ് ഒരുപാട് തവണ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഒരു പേസ്റ്റ് വാങ്ങുമ്പോൾ, സോപ്പ് വാങ്ങുമ്പോൾ വരെ ആലോചന നടത്തുന്ന ബേക്കലങ്ങാടിയിലെ മനുഷ്യരെ, നാളെ വരാനിരിക്കുന്ന പാരത്രികമെന്ന് പറയുന്ന ലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നു നമ്മൾ. വിശ്വസിക്കാത്തവരുമുണ്ടാകാം. ആ വിശ്വാസം അവർക്കില്ലാതെ പോയി എന്നത് സത്യത്തിൽ അവരുടെ ചിന്തകളെ അവർക്ക് ഉണർത്താൻ പറ്റാത്തത് കൊണ്ടാണ്.
ഈ ഭൂമിയിലെ പളപളപ്പ് കണ്ട് നൈമിഷികമായ നശ്വരമായ ഇവിടുത്തെ ഒരു ചെറിയ ജീവിതം മാത്രം അതുകൊണ്ട് അവസാനിക്കുന്നതാണ് ഈ ലോകമെന്ന് തെറ്റിദ്ധരിച്ചു പോയത് ചിന്തകൾ അടഞ്ഞു പോയത് കൊണ്ടാണ്, ആലോചനകൾ നിന്നുപോയത് കൊണ്ടാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഇവിടെ വൈകുന്നേരം വരെ ഈ പരിസരത്ത് കൂലിപ്പണിയെടുത്ത ഒരാൾ, അയാൾക്ക് 1000 1200 രൂപ കൂലി കിട്ടി. ആ പൈസ തന്റെ പോക്കറ്റിലിട്ട് വീട്ടിലേക്ക് പോകാൻ ഈ ബസ് വെയിറ്റിംഗ് ഷെഡിന്റെ മുന്നിൽ നിൽക്കുമ്പോ ഏതോ ഒരു പോക്കറ്റ് അടിക്കാരൻ വന്ന് അയാളുടെ പോക്കറ്റിൽ നിന്ന് ആ പണം അയാൾ അറിയാതെ പോക്കറ്റ് അടിച്ചു കൊണ്ടുപോയി. ആ കള്ളൻ കൊണ്ടുപോയി ഒരു കടയിൽ കൊടുത്ത് വാങ്ങുന്ന അരിക്ക്, പഞ്ചസാരക്ക്, അതല്ലെങ്കിൽ മറ്റു സാധന സാമഗ്രികൾക്ക് രുചിമാറ്റം ഉണ്ടാവില്ല. തന്റെ മക്കൾക്ക് വേണ്ടി ഈ ചുട്ടുപൊള്ളുന്ന വെയിൽ കൊണ്ട ആ മനുഷ്യൻ തന്റെ പോക്കറ്റിലേക്ക് ഒരു കടയിൽ കയറി കൈയിട്ട് ആ പൈസ കൊടുക്കാൻ നോക്കുമ്പോ തന്റെ പോക്കറ്റിൽ നിന്ന് പണം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നറിയുമ്പോ ഈ പരിസരത്തെ CC ക്യാമറകൾ പരിശോധിച്ചിട്ട് കിട്ടുന്നില്ല ആളെ. പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടും നിയമപാലകരോട് ആവശ്യപ്പെട്ടിട്ടും കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ അയാൾ അവസാനം ഇനി രക്ഷയില്ലെന്ന് പറഞ്ഞ് നിരാശനായി നാളെയുടെ പണിയെക്കുറിച്ച് ആലോചിച്ച് ഇന്നത്തെ പണം നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള നിരാശയിൽ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഒരു ചെറിയ കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെച്ചത്. 1000 1200 രൂപയുള്ള ഒരു ദിവസത്തെ വേതനം നഷ്ടപ്പെട്ട ആ വേദന ആ കൂലിപ്പണിക്കാരനായ മനുഷ്യന്റെ മനസ്സിലുണ്ടെങ്കിൽ ബേക്കലങ്ങാടിയിലെ മനുഷ്യരെ ഒന്ന് ചിന്തിക്കുക. അത് കണ്ടെത്തി കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അയാൾക്ക് പിന്നെ ആ പണം കിട്ടാൻ എന്തു മാർഗമാണുള്ളത്? ഒരു മാർഗവുമില്ല. ആ പണം കണ്ടെത്താൻ എന്തു മാർഗമാണ് ഈ ലോകത്തുള്ളത്? ഇവിടുത്തെ ക്യാമറകളോ ഇവിടുത്തെ നിയമപാലകരോ പരിശോധിച്ചിട്ട് അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഈ ചെറിയ കാര്യത്തിന് പോലും ഒരു തുമ്പുണ്ടാക്കാൻ പറ്റാത്ത നിസ്സാരന്മാരാണ് മനുഷ്യരെ നമ്മളൊക്കെ, അല്ലേ? നമ്മുടെ പരിസരത്ത് വലിയ കൊലപാതകം നടന്നിട്ട് വാർത്തകൾ ചാനലുകളിൽ, മാധ്യമങ്ങളിൽ, പത്രമാധ്യമങ്ങളിൽ, ദൃശ്യമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിട്ട് അതിനെ കുറിച്ച് അന്വേഷണം നടത്തി കോടതികൾ വർഷങ്ങളോളം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ട് വക്കീലന്മാർ അധ്വാനിച്ചിട്ട് ഇന്നും തെളിയാത്ത കേസുകൾ എത്രയുണ്ട് പ്രിയപ്പെട്ടവരെ? ഇവിടെ ഒരു ചോദ്യം മാത്രം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. ആ മനുഷ്യന് ആര് കൊടുക്കും നീതി? ഇസ്ലാം എന്ന് പറയുന്ന റബ്ബിന്റെ മതം, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ, അണ്ഡഘടാഹങ്ങളുടെ അധിപനായ, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ കൃത്യമായ മറുപടിയുണ്ട്. ഈ ലോകം ചെറുതാണ് പ്രിയപ്പെട്ടവരെ, ഈ ലോകം നൈമിഷികമാണ് മനുഷ്യരെ, ഈ ലോകം തുച്ഛമാണ്. ഇവിടെ കേവലം ചെറിയ 6 പതിറ്റാണ്ട് 7 പതിറ്റാണ്ടാണ് നമ്മുടെ ജീവിതം. 10ലും 20ലും 30ലും 40ലും 50ലും ഒക്കെ മരണപ്പെട്ടു പോകുന്നവരുണ്ട്. പ്രസവിച്ച് ഉടനെ കുഞ്ഞ് മരിച്ചവരുണ്ട്. പ്രസവ സമയത്ത് ഉമ്മ മരിച്ച് കുഞ്ഞ് ബാക്കിയായ ചരിത്രങ്ങൾ ധാരാളമുണ്ട്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ തെറ്റു ചെയ്ത ആളുകൾക്ക് ആരാണ് നീതി കൊടുക്കുക? ഒരു ബോംബെറിഞ്ഞ് ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നു തീർത്തവർ, ഇറാനിന്റെയും അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രായേലിന്റെയും ഒക്കെ യുദ്ധ നീക്കങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? ഒരു സ്കൂളിന്റെ മുകളിലേക്ക് കൃത്യമായ മിസൈലുകൾ ഇട്ടുകൊണ്ട് 100 ചില്ലാൻ കുട്ടികളെ കൊന്നുകളഞ്ഞ ഇസ്രായേലിന്റെ ജൂതരാക്ഷസ പട്ടാളം എന്ന് പറയുന്ന പട്ടാളത്തിന്റെ അതിന് ചുക്കാൻ പിടിച്ച മേധാവികൾക്ക് ആര് കൊടുക്കും ഇവിടെ ശിക്ഷ എന്ന ചോദ്യം ഇവിടെ എങ്ങനെ? ഞാനും നിങ്ങളും 1000 വട്ടം ചോദിച്ചാലും പ്രിയപ്പെട്ടവരെ, അത് ആ ചോദ്യമായി ഇവിടെ എങ്ങനെ ബാക്കിയാവുകയാണ്. ആ പാവപ്പെട്ട ഒന്നും അറിയാത്ത ആരുടെ കുഞ്ഞാകട്ടെ, അത് ഇറാനിലെ മക്കളാകട്ടെ, വേറെയെങ്കിലും രാജ്യത്തിലെ മക്കളാവട്ടെ, ഒരു ചോദ്യം നമ്മുടെ മനസ്സുകളോടൊന്ന് ചോദിച്ചു നോക്കൂ. ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ നിഷ്കാപ്പട്യരായ ആ കുഞ്ഞുമക്കളെ കൊന്നു തീർത്തവർക്ക് ആര് കൊടുക്കും ശിക്ഷ? ആരാണ് കൊടുക്കുക? ഒന്നാം ലോക മഹായുദ്ധത്തിന്റെയും 2ാം ലോക മഹായുദ്ധത്തിന്റെയും ഒക്കെ ആ ചരിത്രങ്ങളിലേക്ക് നിങ്ങൾ ഓർമ്മകളൊന്ന് കൊണ്ടുപോയി നോക്കൂ. നാഗസാക്കിയുടെ കഥയൊന്ന് വായിച്ചു നോക്കൂ. ഹിരോഷിമയുടെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കൂ. ആറ്റം ബോംബുകൾ എറിഞ്ഞ് ഇന്ന് എത്ര കാലമായി ഇതൊക്കെ അവസാനിച്ചിട്ട് ഇന്നും ഹിരോഷിമയുടെ മണ്ണിൽ നാഗസാക്കിയുടെ പരിസരത്ത് ജനിച്ചു വീടുന്ന കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യങ്ങൾ സംഭവിക്കുന്നു എന്ന് പറയുമ്പോ ആര് കൊടുക്കും അതിനൊക്കെയുള്ള ശിക്ഷ എന്ന ചോദ്യം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ബാക്കിയാകുന്നുണ്ട്. ആകെ കാത്തിരുന്ന് 10 കൊല്ലത്തെ ദാമ്പത്യ ജീവിതത്തിൽ കാത്തിരുന്ന് ട്രീറ്റ്മെന്റുകൾ നടത്തി, അതിന് കൃത്യമായ അന്വേഷണങ്ങൾ നടത്തി, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട്, പ്രപഞ്ചനാഥനായ റബ്ബിനോട് ദുആ ചെയ്ത് 10 കൊല്ലത്തിന് ശേഷം ജനിച്ച ഒരു കുഞ്ഞ് ആ ദമ്പതികളുടെ കണ്ണിലുണ്ണിയായി വളർന്നുകൊണ്ടിരിക്കുമ്പോ 8 വയസ്സ് പ്രായമാകുമ്പോ
18ാമത്തെ അവരുടെ കല്യാണം കഴിഞ്ഞ് 18 കൊല്ലം പിന്നിടുമ്പോ ആകെ ഒരു കുഞ്ഞാണുള്ളത്. 8 വയസ്സുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയെ കാമഭ്രാന്തനായ ഒരു മനുഷ്യൻ വന്ന് ആ കുട്ടിയെ വലിച്ചിഴച്ചു കൊണ്ടുപോയി ഒരു കാട്ടിലേക്ക് കൊണ്ടുപോയി. ആ കുഞ്ഞിന്റെ കഴുത്തിലെ മാല പൊട്ടിച്ചെടുത്ത് ആ കുഞ്ഞിനെ വെറുതെ വിട്ടില്ല. ആ കുഞ്ഞിനെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് ആ കുഞ്ഞിന്റെ കഴുത്തിൽ കിടക്കുന്ന ഷാളിട്ട് മുറുക്കി ആ കുഞ്ഞിനെ കൊന്നു തീർത്തവനെ ഒരുപക്ഷെ കോടതിക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആരാണ് പ്രിയപ്പെട്ടവരെ ഇവർക്ക് ശിക്ഷ കൊടുക്കാനുള്ളത് എന്ന ചോദ്യം ഇവിടെ ബാക്കിയാവുകയാണ്. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ സംസാരങ്ങളുടെ ബാക്കിയെന്നോണം ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഈ ആമുഖമായി വെച്ചിട്ടുള്ളത്. ഇതിന് ഉത്തരം അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ദീന് പറയുന്നു, ഇസ്ലാം എന്ന് പറയുന്ന മതം പറയുന്നു. ഈ ലോകം ചെറുതാണ് പ്രിയപ്പെട്ടവരെ, ഇത് നൈമിഷികമാണ്. വരാനിരിക്കുന്ന ലോകമാണ് അനന്തമായ ലോകം. വരാനിരിക്കുന്ന ലോകമാണ് അനശ്വരമായ ലോകം. ആ ലോകത്തെ നീതിപൂർവമായ ഒരു കോടതി ആവശ്യമാണ്, അല്ലെങ്കിൽ അത്യാവശ്യമാണ്. അത് പ്രകൃതിയുടെ തേട്ടമാണ്, നിരപരാധികളായ മനുഷ്യരുടെ തേട്ടമാണ്. എത്രയോ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ വിളിയാണത്. ഈ ലോകത്തിന് ശേഷം മറ്റൊരു ലോകമുണ്ടാകണം, എങ്കിലേ ഇവിടെ നീതി നടപ്പിലാവുകയുള്ളൂ. അതിനാണ് ഇസ്ലാം പരലോകമെന്ന് പറയുന്നത്. ഇവിടെ ജനിച്ചവർ നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. മാതാവിന്റെ ഗർഭപാത്രത്തിന്റെ 3 ഇരട്ടറക്കുള്ളിൽ ഘട്ടം ഘട്ടമായി വളർന്നു വന്നപ്പോ നമ്മൾ ആരും അതറിഞ്ഞിട്ടില്ല. പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാതികും ഖൽഖം മിൻ ബഅദി ഖൽഖിൻ ഫീ ളുലുമാതിൻ സലാസ് എന്ന പരിശുദ്ധ ഖുർആനിലെ 39ാം അധ്യായം സൂറത്ത് സുമറിലെ 3ാമത്തെ ആയത്തിലൂടെ 6ാമത്തെ ആയത്തിലൂടെ പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് എന്നെയും നിങ്ങളെയും ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ്. ഉമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ 3 ഇരുട്ടറക്കുള്ളിൽ ഒരു കുഞ്ഞിന്റെ ജന്മം നടക്കുന്ന ഏറ്റവും വലിയ തത്വപൂർണമായ സന്ദേശത്തെ ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ വെക്കുകയാണ്. നമ്മൾ അറിഞ്ഞിട്ടില്ല, ജനിച്ചു, എന്നിട്ട് പക്വതയിലേക്ക് എത്തി, ഞാനും നിങ്ങളുമൊക്കെ പഠിച്ചു, ജോലി നേടി, അങ്ങനെ ഇവിടെ ഇങ്ങനെ ആനന്ദിച്ച് ആഹ്ലാദിച്ച് ജീവിക്കുന്നതിനിടയിൽ ഒരുപക്ഷേ നമ്മുടെ അച്ഛൻ മരണപ്പെട്ടതുപോലെ, അമ്മ മരണപ്പെട്ടതുപോലെ, നമ്മുടെ ജേട്ടൻ മരിച്ചതുപോലെ, നമ്മുടെ ഉമ്മ മരിച്ചതുപോലെ, നമ്മുടെ കൂട്ടുകാരൻ മരിച്ചതുപോലെ, കൂട്ടുകാരി മരിച്ചതുപോലെ ഈ ലോകത്ത് നിന്ന് നമ്മളും വിട പറഞ്ഞു പോകുമ്പോ പ്രിയപ്പെട്ടവരെ പിന്നെ കൈകടിച്ച് ഖേദിച്ചിട്ട് പ്രയോജനമില്ല. ഇല്ല, ചാൻസുകൾ അവസാനിക്കുകയാണ്. ഈ ഭൂമിയിൽ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. മുമ്പ് ഇവിടെ ആരും ഒരു ആദ്യ ജന്മം എന്ന ജന്മം ആർക്കും ഉണ്ടായിട്ടില്ല. ഇല്ല എന്നത് പഠിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാകും. ഇനി രണ്ടാമതൊരു ജീവിതം വരാനുണ്ട്. അവിടെ വിജയിക്കാനാണ്, രക്ഷിക്കാനാണ് മുസ്ലിം ഉമ്മത്തിനോട് പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ നിങ്ങൾ പൂർണ്ണരായി മുസ്ലിങ്ങളായി മാറണമെന്ന് പറയുന്നത്. ഖുർആനിൽ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു ആമിനു ബില്ലാഹ് എന്ന പ്രയോഗം ഖുർആനിലില്ലേ? എന്തിനാ അങ്ങനെ പറയുന്നത്? വിശ്വാസികളെ നിങ്ങൾ വിശ്വാസികളെ ആവണമെന്ന് പറയുന്നത് എന്തിനാ? വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണമെന്ന് പറയുന്നത് എന്തിനാ? വിശ്വാസികളെ നിങ്ങൾ റബ്ബിന്റെ മലക്കുകളെ വിശ്വസിക്കണേ എന്ന് പറയുന്നത് എന്തിനാ? വിശ്വാസി ആവണമെങ്കിൽ പിന്നെ അല്ലാഹുവിൽ വിശ്വസിക്കണ്ടേ? അല്ലാഹുവിന്റെ കിതാബിലും മലക്കുകളിലും ഒക്കെ വിശ്വസിക്കണ്ടേ? പിന്നെന്തിനാ അല്ലാഹ് ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു ആമിനു ബില്ലാഹ് എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ എന്തിനാണ് ആ കാര്യം ബോധിപ്പിക്കുന്നത്? വിശ്വാസികളായി ജീവിക്കുന്ന മനുഷ്യരെ നമ്മുടെ ഹൃദയത്തിനുള്ളിലേക്ക് ഇത്തിക്കണ്ണികൾ കടന്നു വന്നേക്കാം, അന്ധവിശ്വാസത്തിന്റെ മാറാപ്പുകൾ കയറി വന്നേക്കാം, തെറ്റായ വിശ്വാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെ അറിയാതെ പിടികൂടിയേക്കാം. അതുകൊണ്ട് ഏത് സമയത്തും ഞാനും നിങ്ങളും ബോധമുള്ളവരായി നിൽക്കണം. ഉറുമ്പ് അരിച്ചു വരുന്നത് പോലെ ഏറ്റവും കടുത്ത പാപമാകുന്ന ശിർക്ക്, ചെറിയ ശിർക്കാകട്ടെ വലിയ ശിർക്കാകട്ടെ, അതിലേറ്റവും കടുത്ത പാപമാണ് വലിയ ശിർക്ക്. അതിങ്ങനെ ഉറുമ്പ് അരിച്ചു വരുന്നത് പോലെ അങ്ങനെ ശരീരത്തിൽ കയറി ഏതെങ്കിലും ഒരു സ്ഥലത്ത് കടിച്ചു പിടിക്കുമ്പോഴാണ് എന്റെ കാലിലൂടെ ഉറുമ്പ് കയറിയിട്ടുണ്ട് എന്ന് അവൻ തിരിച്ചറിയുന്നത്. അതുപോലെ വിശ്വാസികളെ, മുസ്ലിങ്ങളെ, മുഅ്മിനീങ്ങളെ, മനുഷ്യരെ, നമ്മുടെ ജീവിതത്തിൽ ഈ കടുത്ത പാപമാകുന്ന ശിർക്ക് ഇങ്ങനെ അറിഞ്ഞോ അറിയാതെയോ അതിന്റെ അഗാധ ഗർത്തത്തിൽ ചെന്ന് വീണുപോകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് ഖുർആനിന്റെ വലിയൊരു ഭാഗം ഏകദൈവ വിശ്വാസത്തിന് വേണ്ടി നീക്കിവെച്ചു. പരിശോധിച്ചോളൂ, ഏകദൈവ വിശ്വാസത്തിന് വേണ്ടി നീക്കിവെച്ചു. ഞാൻ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. പരിശുദ്ധ ഖുർആനിൽ 100 കണക്കിന് പ്രാർത്ഥനകളുണ്ട്, ഇല്ലേ? ആദം അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ ആദ്യത്തെ ഉപ്പയാണ്, ആദ്യത്തെ നബിയാണ്. ആ 60 മുഴം നീളമുള്ള കളിമണ്ണിന്റെ സത്ത കൊണ്ട്, മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന കളിമണ്ണിന്റെ സത്ത കൊണ്ടുണ്ടാക്കിയ 60 മുഴം നീളമുള്ള നമ്മുടെ വാപ്പ, ആദ്യത്തെ ഉപ്പ. ഇവിടുത്തെ ഏത് മനുഷ്യരാകട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവരാകട്ടെ, അവരെല്ലാവരും വിശ്വസിക്കുന്നു ആദ്യത്തെ പിതാവ് ആദമാണ് എന്ന്.
ആദം അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ഇങ്ങോട്ട് കടന്നു വന്ന സന്താന പരമ്പരകളായി ഞാനും നിങ്ങളും അടക്കം ഇനി ജനിക്കാനിരിക്കുന്ന കുട്ടികളടക്കം പ്രിയപ്പെട്ടവരെ സൃഷ്ടിച്ച സ്രഷ്ടാവായ റബ്ബ് ആ റബ്ബ് ചില നിയമങ്ങളും ചില നിബന്ധനകളും നമ്മുടെ മുന്നിൽ വെക്കുന്നത് എന്തിനാണ് ചില നിയമങ്ങൾ നമ്മുടെ മുന്നിൽ വെക്കുന്നത്, നിബന്ധനകൾ നമ്മുടെ മുന്നിൽ വെക്കുന്നത്? ഇനി നോക്കൂ നിങ്ങൾ, ആ ആദം നബി മുതൽ അവസാനത്തെ നബിയായി ലോകത്തിന്റെ മുന്നിലേക്ക് കടന്നു വന്ന മക്കയിൽ ബുജാദനായി മക്കയിൽ ജനിച്ച് ആ നാട്ടിലെ മനുഷ്യരുടെ കൂടെ ജനിച്ച് ജീവിച്ച് വളർന്ന് വലുതായി അവിടെ നിന്ന് അവിടെ കൂട്ടത്തിലേക്ക് ഒരു പ്രവാചകനായി കടന്നു വന്ന മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള പ്രവാചകന്മാർ അവരൊക്കെ ദുആ ചെയ്തത് ഖുർആനിൽ 25ഓളം പ്രവാചകന്മാരുടെ പേര് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. 25ഓളം പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ അവരുടെ പേരുകളും ഒക്കെ ഖുർആനിൽ നമുക്ക് പരിശോധിച്ചാൽ കാണാം. അതിൽ ആദ്യത്തെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ഖുർആനില്ലേ, തുടങ്ങുന്നത് റബ്ബനാ വലംനാ അൻഫുസനാ എന്ന് പറഞ്ഞിട്ടല്ലേ. ഇതിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ബേക്കലിലെ മുസ്ലിങ്ങളെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ആദം നബി ആരോടാ പ്രാർത്ഥിച്ചത്? റബ്ബിനോട്. അന്ന് പിന്നെ വേറെ മനുഷ്യര് ലോകത്തില്ല, ശരി നിൽക്കട്ടെ. ഇനി ആദ്യത്തെ റസൂലായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് ആരോടാ? അല്ലാഹുവിനോടല്ലാതെ ഏതെങ്കിലും ഒരു അതിനു മുമ്പ് കടന്നുപോയ നബിമാരോട് പ്രാർത്ഥിച്ചത് ഖുർആനിലുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. നിങ്ങൾക്കറിയുന്ന എത്ര പ്രാർത്ഥനകൾ ഖുർആനിലുണ്ട് നിങ്ങൾ പരിശോധിച്ചോ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന അറിയാത്ത ആരുമില്ല. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔൻ എന്ന് പറയുന്ന റാംസസ് രണ്ടാമന്റെ കൊട്ടാരത്തിന്റെ മുന്നിലേക്ക് ചെന്ന് തൗഹീദ് പറയാൻ വേണ്ടി പോകുമ്പോൾ അല്ലാഹു നിർദ്ദേശിച്ചപ്പോൾ ഖുർആനിലെ എങ്ങനെ? നിങ്ങൾ രണ്ടുപേരും പോകണം. ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ ഖാല റബ്ബനാ ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈനാ ഔ അൻ യത്ഗ ഖാല ലാ തഖാഫാ ഇന്നനി മഅകുമാ അസ്മഉ വ അറാ. ഇങ്ങനെ സൂറത്ത് ത്വാഹയിൽ ആ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല നിർദ്ദേശിക്കുന്നതുണ്ട്. റാംസസ് രണ്ടാമൻ എന്ന് പറയുന്ന ഫിർഔൻ എന്ന രാജകുടുംബത്തിലെ രണ്ടാമനായ അഹങ്കാരിയായ ധിക്കാരിയായ ലോകത്തുണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കെട്ടിടം അക്കാലഘട്ടത്തിൽ ഉണ്ടാക്കി അതിന്റെ മുകളിൽ കയറി നിന്ന് അനറബ്ബുക്കുമുൽ അഅ്ലാ എന്ന് അഹങ്കാരത്തിന്റെ അഹംഭാവത്തിന്റെ ഹുങ്കിന്റെ വമ്പിന്റെ വർത്തമാനം പറഞ്ഞ ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അങ്കണത്തിലേക്കാണ് ഏകദൈവ വിശ്വാസത്തിന്റെ തൗഹീദിന്റെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ ശബ്ദം കേൾപ്പിക്കാൻ പോകാൻ പറയുന്നത്. അവർ അവിടേക്ക് പോവുകയാണ്. ആ സമയത്ത് നാവിന് കെട്ടിക്കുടുക്കുള്ള കൊഞ്ഞപ്പടയുള്ള വിക്കുള്ള മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരോട് പ്രാർത്ഥിച്ചിട്ടാ പോകുന്നത്? റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടാണ്. ബേക്കലിൽ എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങളെ ശ്രദ്ധിച്ചു കേട്ടോളൂ നിങ്ങൾ. ആ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ബൈബിൾ പരിചയപ്പെടുത്തുന്ന മോശെ പ്രവാചകൻ എന്ന് പറയുന്ന പ്രവാചകൻ, അബ്രഹാം എന്ന് പരിചയപ്പെടുത്തുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ദാവീദ് പ്രവാചകൻ എന്ന് പരിചയപ്പെടുത്തുന്ന ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം, സോളമൻ പ്രവാചകൻ എന്ന് പരിചയപ്പെടുത്തുന്ന സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം, യേശുക്രിസ്തു ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പരിചയപ്പെടുത്തുന്ന ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഖുർആനിലെ ഏതൊക്കെ നബിമാരുടെ പ്രാർത്ഥനകൾ നിങ്ങൾ എടുത്തു നോക്കിക്കോ. എല്ലാം ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിനോട് മാത്രം. കുട്ടികളില്ലാതെ പ്രായാധിക്യം വരെ കാത്തുനിന്ന ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന എടുത്തു നോക്കൂ നിങ്ങൾ. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന എടുത്തു നോക്കൂ നിങ്ങൾ. അള്ളാഹുവേ നൽകണേ ഒരു സന്താനത്തെ. റബ്ബി ഹബിലി റബ്ബി ഹബിലി, പടച്ചവനെ. ഈ അർത്ഥത്തിൽ തുടങ്ങുകയാണ്. റബ്ബന റബ്ബി, എന്റെ റബ്ബേ, ഞങ്ങളുടെ റബ്ബേ. ഇങ്ങനെയല്ലേ ഖുർആനിലെ എല്ലാ പ്രാർത്ഥനകളും. ഇവിടെ മൂസാ നബി പറഞ്ഞത് എന്താ? പടച്ചവനെ നാവിന്റെ കെട്ടിക്കുടുക്കടിച്ചുകൊണ്ട് അല്ലാഹ്, ഹൃദയത്തിന് വിശാലത കൊണ്ട് റബ്ബേ, ഞാൻ പറയുന്നത് വേഗം മനസ്സിലാക്കാനുള്ള ആ കഴിവും സാഹചര്യവും ഉണ്ടാക്കി കൊടുക്ക് റബ്ബേ. എന്റെ കൂടെ എന്റെ സഹോദരനായ ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിശ്ചയിച്ചുകൊണ്ട് അല്ലാഹ്. എന്നിട്ട് ചെന്നില്ലേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അതുപോലെ തന്നെ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ മുറ്റത്തെത്തി. ഇവിടെ ചിലപ്പോ കഴിഞ്ഞുപോയ സംസാരത്തിലൂടെ കടന്നു വന്നിട്ടുണ്ടാകും. അവിടെ വെച്ച് ഫിർഔൻ എന്ന് പറയുന്ന ആ അഹങ്കാരിയായ മനുഷ്യൻ ആൾക്കൂട്ടത്തിന്റെ മുന്നിൽ വെച്ച് ഈ പ്രവാചകന്മാരെ ഒന്ന് കൊച്ചാക്കി കളയാൻ മൂസ എന്ന് പറയുന്ന പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാമിന് നാവിന് വിക്കുണ്ട് എന്നറിയുന്ന ഫിർഔനിന്റെ കൊട്ടാരത്തിലാണ് മൂസാ നബി വളർന്നു വന്നത്. അതുകൊണ്ട് അവിടെ വെച്ച് ചോദിച്ചു ഒരു ചോദ്യം, ആരാണ് നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബ്? ഖാല ഫമർ റബ്ബുകുമാ യാ മൂസ, ഓ മൂസ, നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബ് ആരാണ്?
റബ്ബുനല്ലദീ, നാവിനൊരു കുടുക്കുമില്ല, നാവിനൊരു കൊഞ്ഞപ്പടയുമില്ല, പ്രയാസപ്പെടുന്നില്ല, വളരെ സുതാര്യമായി സുവ്യക്തമായി മറുപടി കൊടുത്തു. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ കൊട്ടാരത്തിന്റെ അങ്കണത്തിലേക്ക് കടന്നുപോയത്. എന്താ പറഞ്ഞത്? റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ എന്ന കൃത്യമായ മറുപടി. ഞാൻ അവിടെ കൂടുതൽ സമയം കളയുന്നില്ല. ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക മാത്രമല്ല, എന്നിട്ട് അതിനു വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയവനാണ്. ഓരോ ജീവജാലങ്ങളുടെയും ജനിതക കോഡിൽ എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ നീന്തണം, എങ്ങനെ പറക്കണം, എങ്ങനെ തീറ്റ തേടണം, എങ്ങനെ കൂടുകെട്ടണം, എങ്ങനെ മുന്നോട്ട് പോകണമെന്നത് കൃത്യമായി ജനിതക കോഡിൽ രേഖപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഓരോ മൃഗങ്ങൾക്കും അത്ഭുതകരമായി തെങ്ങിന്റെ ഓലയിൽ, മരത്തിന്റെ ശാഖകളിൽ, കൊമ്പുകളിൽ, ചെറിയ ചെറിയ ചില്ലകളിൽ അത്ഭുതകരമായ ആശ്ചര്യഭരിതമായ കൂടുകെട്ടുന്ന കുരുവിയെ കണ്ടുകൊണ്ട് ഞാനും നിങ്ങളും മന്ദാളിച്ചു പോകുന്നുണ്ടെങ്കിൽ ഖുർആനിൽ അതിന് ഉത്തരമുണ്ട്. പ്രിയപ്പെട്ടവരെ, ബീവർ എന്ന് പറയുന്ന കൊച്ചുമൃഗത്തിന്റെ കുർത്ത പല്ലുകൊണ്ട് വലിയ മരങ്ങളെ കാർന്നെടുത്തുകൊണ്ട് വെള്ളത്തിലേക്ക് തള്ളിയിട്ട് കൊണ്ടുപോയി കൂടുകെട്ടാൻ ബീവർ എന്ന് പറയുന്ന മൃഗത്തിന് കഴിവുണ്ടെങ്കിൽ, ആശ്ചര്യഭരിതമായി മനുഷ്യൻ അതിനെ കുറിച്ച് പഠിച്ച് അന്തം വിട്ട് അന്താളിച്ചു നിൽക്കുന്നുവെങ്കിൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അതിന് മറുപടി ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു കോഴിക്കുഞ്ഞിന്റെ അടയിലിരുന്ന്, അതിന്റെ മേൽ അടയിരുന്ന് ഒരു കോഴിമുട്ടകൾ വിരിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പോ ആ കോഴിക്കുഞ്ഞുങ്ങൾ കാക്കയുടെ പരുന്തിന്റെ കടികന്നെ ഇതുപോലെയുള്ള റാഞ്ചി കൊണ്ടുപോകാൻ പറന്നു വരുന്ന പക്ഷിയുടെ ഒരു സാന്നിധ്യം ഉണ്ടാകുമ്പോ തള്ളക്കോഴി ഉണ്ടാക്കുന്ന ശബ്ദം കേട്ട് ചിറകിനുള്ളിലേക്ക്, ചപ്പിനുള്ളിലേക്ക്, കല്ലിന്റെ മറവിലേക്ക്, ഇലയുടെ മറവിലേക്ക് ഒളിച്ചു നിൽക്കുന്ന കോഴിക്കുഞ്ഞിനോട് ആരാണ് ഈ ശബ്ദം നിനക്ക് അപകട സൂചന നൽകുന്നതാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തത് എന്ന ചോദ്യം ബുദ്ധിജീവികൾ, യുക്തിവാദികൾ ലോകത്തോട് ചോദിക്കുമ്പോ അതിന് ഖുർആനിൽ മറുപടിയുണ്ട്. കുറച്ചു കഴിഞ്ഞ് കടികൻ പോയി, കാക്ക പോയി എന്ന് വിചാരിക്കുമ്പോ തള്ളക്കോഴിയുടെ കൊക്കിൽ നിന്ന് വേറൊരു ശബ്ദം വരുന്നു. ഒളിച്ചിരിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വന്ന് ആ തള്ളക്കോഴിയുടെ അടുത്തേക്ക് പതുക്കെ പതുക്കെ വരുന്നു. ആ സൗണ്ട് ഇത് രക്ഷയുടെ സൗണ്ടാണ്, കുഴപ്പമില്ല, ഇത് ഗ്രീൻ സിഗ്നലാണ് എന്ന് ആരാണ് കോഴിക്കുഞ്ഞിനെ പഠിപ്പിച്ചു കൊടുത്തത് എന്ന ചോദ്യത്തിന് ഖുർആനിന് ഉത്തരം പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് ഇന്ന് പറഞ്ഞതല്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന പ്രവാചക ഗുരുവര്യൻ ആ ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ ഫിർഔൻ ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബ് ആരാണ്? അതിന് ഉത്തരം പറഞ്ഞതാ റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക മാത്രമല്ല, സൃഷ്ടിച്ചതിന് ശേഷം അല്ലെങ്കിൽ സൃഷ്ടിച്ച് ആ സൃഷ്ടിജാലങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. മനുഷ്യരെ, ഞാനും നിങ്ങളും പഠിക്കണം, അധ്വാനിക്കണം, കണ്ടെത്തണം, നമ്മൾ ആത്മപരിശോധന നടത്തണം, നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള വഴികളെ കുറിച്ച് അന്വേഷിക്കണം. നമുക്ക് അങ്ങനെ മറ്റു ജീവജാലങ്ങൾക്ക് എഴുതി കൊടുത്തതുപോലെ ഒരു ജനിതക കോഡിൽ രേഖപ്പെടുത്തി വെച്ചതല്ല, മറിച്ച് നമ്മുടെ മുന്നിൽ മാർഗങ്ങൾ തുറന്നു തന്നിട്ടുണ്ട്. രണ്ട് വലിയ മലകണക്കെ, പർവ്വതം കണക്കെ അന്വേഷണത്തിന് തയ്യാറാകുന്ന ഒരാളുടെ മുന്നിൽ രണ്ട് മാർഗങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. ഒന്ന് സ്വർഗം എന്ന് പറയുന്ന ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, കാതും കേട്ടിട്ടില്ലാത്ത, കൽബിന് ഭാവനയിൽ കൊണ്ടുവരാനാവാത്ത, ഒരു മനുഷ്യന്റെ മനസ്സിലും ഭാവനയിലോ ചിന്തകളിലോ കൊണ്ടുവരാനാവാത്ത, പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ലോകമാണ് സ്വർഗം. ആ സ്വർഗത്തിന്റെ വഴി ഒരു ഭാഗത്ത് തെളിഞ്ഞു നിൽക്കുകയാണ്. മനുഷ്യനും കല്ലും കത്തുന്ന അഗാധഗർത്തമുള്ള നരകമെന്ന് പറയുന്ന നരകാഗ്നി, നരകത്തിന്റെ മുകളിൽ നിന്ന് നരകത്തിലേക്ക് ഒരു കല്ലിട്ടാൽ 70 വർഷത്തിന് ശേഷം മാത്രം എത്താവുന്ന വിദൂരതയുള്ള, അഗാധ ഡെപ്തുള്ള, ഗർത്തമുള്ള ഭീമാകാരമായ ഒരു നരകം. ഈ രണ്ടു വഴികളും, ഒന്ന് നരകത്തിന്റെ വഴിയാണ്, അധർമ്മത്തിന്റെ വഴിയാണ്, അശ്ലീലതയുടെ വഴിയാണ്, വൃത്തികേടിന്റെ വഴിയാണ്, തോന്നിവാസത്തിന്റെ വഴിയാണ്, നന്ദികേടിന്റെ വഴിയാണ് എന്ന് വ്യക്തമായി പഠിക്കാൻ കഴിയുന്ന അധർമ്മത്തിന്റെ വഴിയാണ് നരകത്തിലേക്കുള്ള വഴി. ഒന്നോ ധർമ്മത്തിന്റെ, നീതിയുടെ, സത്യത്തിന്റെ വഴിയാണ്. അത് പഠിച്ചാൽ മനസ്സിലാകും, തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. മനുഷ്യരെ, നിങ്ങൾക്ക് കിഡ്നി തന്ന ലോകത്തിന്റെ രക്ഷിതാവ് പറയുകയാണ്, ചിന്താശക്തി തന്ന ലോകത്തിന്റെ രക്ഷിതാവ് പറയുകയാണ്, കണ്ണിന് കാഴ്ച ശക്തി തന്ന റബ്ബ് പറയുകയാണ്, പടച്ചവൻ ദാ കാലുകൾക്ക് പവർ നൽകിയ റബ്ബ് പറയുകയാണ്, കൈകൾക്ക് അതിനുവേണ്ട ശക്തി നൽകിയ റബ്ബ് പറയുകയാണ്. അതൊന്നും കൊടുക്കാതെ പരീക്ഷിച്ചവർ ലോകത്തുണ്ട്. അപ്പോഴാണ് ഇതിന്റെ ശക്തി മനസ്സിലാകുന്നത്. ആ റബ്ബ് പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നന്ദിയുള്ളവരായി മാറാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്ദി കെട്ടവനായി മാറാം. ഒന്നുകിൽ നിങ്ങൾക്ക് നന്ദിയുള്ളവനായി മാറാം, അല്ലെങ്കിൽ നന്ദി കെട്ടവനായി നിങ്ങൾക്ക് മാറാം. ഈ രണ്ടു മാർഗങ്ങൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ തുറന്നു വച്ചിരിക്കുകയാണ്. ഏത് സ്വീകരിക്കണമെന്നത് തീരുമാനിക്കേണ്ടത് മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് റബ്ബ്. പക്ഷേ നന്ദിയുള്ള ഒരു അടിമയായി മാറാൻ
കാരുണ്യവാനായ റബ്ബ്, കരുണാനിധിയായ റബ്ബ് മനുഷ്യരെങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ വാക്കിൽ നിങ്ങൾ നന്മ പ്രവർത്തിച്ചോളൂ എന്ന് പറഞ്ഞ് നന്മ ഏതാണെന്ന് പഠിപ്പിച്ചാൽ മതി. പക്ഷേ സ്വർഗം പറഞ്ഞു തന്ന്, അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റു സംഭവിച്ചാൽ ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരാമെന്ന് പറഞ്ഞ് പർവ്വതം കണക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, ഒരാ കടലിലെ നുരയോളം നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും തെറ്റാണെന്ന് മനസ്സിലാക്കി ആകാശത്തിന്റെ മേലാപ്പിൽ ഇരിക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മുന്നിലേക്ക് നിങ്ങളുടെ കൽബും നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ കരങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിച്ച്, പ്രിയപ്പെട്ടവരെ, റബ്ബിന്റെ മുന്നിലേക്ക് നിങ്ങൾ സങ്കടങ്ങൾ പറയാൻ തയ്യാറായാൽ, നിങ്ങൾ നീട്ടിയ കരങ്ങളെ ശൂന്യമാക്കി മടക്കാൻ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന് നാണമാണ്, മടിയാണ് എന്ന് പഠിപ്പിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഞാൻ ഇനി വിഷയത്തിലേക്ക് വേഗം കിടക്കട്ടെ. തൗഹീദിലൂടെയാണ് എനിക്കും നിങ്ങൾക്കും സമാധാനം കണ്ടെത്താൻ പറ്റുക. അതിന്റെ ആമുഖമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെച്ചത്. ഈ ലോകത്തിന്റെ എന്തൊക്കെ നമ്മുടെ മുന്നിലുണ്ടോ, കാണുന്നതും കാണാത്തതുമായത്, എല്ലാം മനുഷ്യരെ നമുക്ക് വേണ്ടിയാണ്, എല്ലാം നമുക്ക് വേണ്ടിയാണ്. ഖുർആനിൽ ഒരൊറ്റ പ്രയോഗം മതി അത് മനസ്സിലാക്കാൻ. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ലോകത്ത് എന്തൊക്കെയുണ്ടോ, ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ, എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. ഈ നിങ്ങൾ എന്നത് ആരാണ്? മനുഷ്യരെ, നമ്മളാണ്. ഇവിടുത്തെ ഈ ലൈറ്റിന് ചുറ്റും പാറിക്കളിക്കുന്ന കൊച്ചു പ്രാണികൾ നമുക്ക് വേണ്ടിയാണ്. ഈ ആകാശത്തിന്റെ വിഹായസിൽ വട്ടമിട്ട് പറക്കുന്ന പറവകളെ കണ്ടവരാണ് നമ്മൾ, പക്ഷികളെ കണ്ടവരാണ് നമ്മൾ, നമുക്ക് വേണ്ടിയാണ്. കടലിന്റെ ആഴിയിലേക്ക് ഓളിയിട്ട് പോകുന്ന കോടാനുകോടി ജീവജാലങ്ങൾ നമുക്ക് വേണ്ടിയാണ്. വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ലോകത്ത് ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്, മനുഷ്യർക്ക് വേണ്ടിയാണ്. നാക്കാലികൾ, ഇവിടുത്തെ പട്ടികൾ, പന്നികൾ നമുക്ക് കഴിക്കാൻ പാടില്ല. കാലുകൊണ്ട് ഇറുക്കി പിടിച്ച് കൊത്തി പഠിക്കുന്ന കാക്കയെ നമുക്ക് കടിക്കാൻ പാടില്ല. പരുന്തിനെ കടിക്കാൻ പാടില്ല, കടികനെ കടിക്കാൻ പാടില്ല, ഇതുപോലെയുള്ള പക്ഷികളെ കടിക്കാൻ പാടില്ല, തേട്ടയുള്ള മൃഗങ്ങളെ കടിക്കാൻ പാടില്ല. പട്ടി, പന്നി ഇങ്ങനെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതിനൊന്നും നമുക്ക് കടിക്കാൻ പാടില്ലെങ്കിലും പക്ഷേ അതൊക്കെ ഭൂമിയുടെ സന്തുലിതമായ അവസ്ഥ നിലനിൽക്കുന്നതിന് വേണ്ടി ഭൂമിയിൽ ആവശ്യമാണ്. അപ്പൊ ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ റബ്ബ്, പ്രിയപ്പെട്ടവരെ, എന്തിനാണ് നമുക്ക് ഈ സൗകര്യമൊരുക്കി തന്നത്? എന്തിനാ നമ്മളെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത്? ബേക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് ശബ്ദം കേൾക്കുന്നവരെ, എന്തിനാ ഭൂമിയിലേക്ക് നമ്മൾ വന്നത്? നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബിനെ അനുസരിച്ച്. എങ്ങനെ? നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബിനെ അനുസരിച്ച്, അവനോട് നന്ദി കാണിച്ച്, അവനോട് നന്ദികേട് കാണിക്കാതെ കേവലം ഒരു 40, 50, 60 കൊല്ലം നമുക്ക് തരുന്നുവെങ്കിൽ അവന് നന്ദിയുള്ള അടിമയായി പ്രാർത്ഥനകൾ അവനിലേക്ക് മാത്രം തിരിച്ച് ആരാധനാകർമ്മങ്ങളുടെ മുച്ചൂട് രംഗങ്ങളെയും ആരാധനകളുടെ മൈന്യൂട്ട് പോയിന്റുകളെ അവനിലേക്ക് മാത്രമാക്കി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനകൾ മുഴുവനും അവനോട്. എനിക്ക് വിഷമമുണ്ട്, എന്റെ ഉമ്മക്ക് വിഷമമുണ്ട്, എന്റെ വാപ്പക്ക് പ്രയാസമുണ്ടായിട്ടുണ്ട്, എല്ലാം റബ്ബിന്റെ മുന്നിലേക്ക് പ്രാർത്ഥനയായി എന്ത് നിർവഹിക്കുന്നുണ്ടോ എല്ലാം റബ്ബിന്റെ മുന്നിലേക്ക്, നേർച്ചയായി എന്ത് നിർവഹിക്കുന്നുണ്ടോ എല്ലാം റബ്ബിന്റെ കൂലി ആഗ്രഹിച്ച്, വഴിപാടുകൾ എന്തൊക്കെയുണ്ടോ എല്ലാം അല്ലാഹുവിന്റെ കൂലി ആഗ്രഹിച്ച്, സത്യം ചെയ്യുന്ന ഏതൊക്കെ ഘട്ടം വന്നിട്ടുണ്ടോ റബ്ബിന്റെ പേരിലല്ലാതെ മറ്റൊരാളുടെ പേരിലുമില്ല. ഈ ഒരു നന്ദി കാണിക്കാൻ ക്യാഷിന്റെ മുടക്കുണ്ടോ പ്രിയപ്പെട്ടവരെ? ഉണ്ടോ? ക്യാഷിന്റെ മുടക്കുണ്ടോ? ഒരിക്കലില്ല. ഞാൻ എന്റെ റബ്ബിനോട്, എന്നെ സൃഷ്ടിച്ച റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ എന്ന് ബേക്കലിൽ ഒരു മനുഷ്യൻ തീരുമാനിക്കാൻ, നാളെ മുതൽ തുടങ്ങാം. അതിനൊരു ഒരു ഫൗണ്ടേഷൻ വേണം, ഒരു ബേസ്മെന്റ് തുടങ്ങണം. ഇതൊന്നുമില്ല. എത്ര എളുപ്പമാണ്, എത്ര സിമ്പിളാണ്. എന്റെ മനസ്സുകൊണ്ടൊരു തീരുമാനം നടത്തിയാൽ മതി. ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. എല്ലാ നേർച്ചകളും വഴിപാടുകളും പടച്ചവന്റെ കൂലി ആഗ്രഹിച്ച് മാത്രമേ നിർവഹിക്കുകയുള്ളൂ. ഇനി എന്റെ ജീവിതത്തിൽ എവിടെയൊക്കെ പ്രതിസന്ധി കടന്നു വരുന്നുവോ അപ്പോഴൊക്കെ ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. ഏതുപോലെ? പ്രവാചകന്മാർ പ്രാർത്ഥിച്ചതുപോലെ ഒരൊറ്റ പ്രാർത്ഥന. ബേക്കലിലെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. ഖുർആനിലെ 100 കണക്കിന് പ്രാർത്ഥന, അത് മാത്രം ചൊല്ലിയാൽ അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. ഖുർആനിലെ 100 കണക്കിന് പ്രാർത്ഥനകളിൽ നിങ്ങളൊന്ന് പോയി പരിശോധിച്ചോ. ഏത് മുസ്ലിം സംഘത്തിൽപ്പെട്ടവരാണെങ്കിലും നിങ്ങളുടെ പണ്ഡിതന്മാർ പരിഭാഷപ്പെടുത്തിയ ഖുർആനിന്റെ പരിഭാഷയില്ലേ, അതൊന്നും മറിച്ചിട്ട് 1-ാം അധ്യായം സൂറത്തുൽ ഫാത്തിഹ മുതൽ 2 ബഖറ, 3 ആൽ ഇംറാൻ, 4 നിസാ, 5 മാഇദ, 6 അൻആം, 8 റാഫ്, 8 അൻഫാൽ, 9 തൗബത്ത്, യൂനുസ് മുതൽ 114-ാം അധ്യായം സൂറത്തുൻ നാസ് വരെയുള്ള ഖുർആനിന്റെ പരിഭാഷയെടുത്ത് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ സംഘടനയിൽപ്പെട്ട പണ്ഡിതന്മാരുടെ ഖുർആനിന്റെ പരിഭാഷയെടുത്ത് ഒന്ന് മറിച്ചു നോക്കി 1 മണിക്കൂർ 2 മണിക്കൂർ സമയം ഒന്ന് ഇരുന്ന്
ഒന്ന് മറിച്ചു നോക്കിയിട്ട് എവിടെയെങ്കിലും ഒരു പ്രാർത്ഥന മുഹമ്മദ് നബിയോട്, നബിയുടെ കാലത്തല്ലേ, നബിക്ക് മേലെയല്ലേ അള്ളാഹുവിന്റെ ഖുർആൻ ഇറങ്ങുന്നത്, വിടാം. എന്നാൽ യേശു ക്രിസ്തു ഈസാ നബിയോട്, അതിനു മുമ്പ് കടന്നു വന്ന വേറെ ഏതെങ്കിലും പ്രവാചകന്മാരോട്, ഇബ്രാഹിം നബിയോട്, അള്ളാന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ ഇബ്രാഹിം നബിയോട്, ഏതെങ്കിലും ഒരു നബിയോട് ദുആ ചെയ്തത് ഖുർആനിൽ ഒരു വരി പോയിട്ട്, ഒരു വാക്ക് പോയിട്ട്, ഒരക്ഷരം പോലും കണ്ടെത്താൻ ഒരു മുസ്ലിമിനും ഒരു മനുഷ്യനും ലോകത്ത് സാധ്യമല്ല. ഇനി വേണ്ട, ഖുർആൻ അവിടെ മാറ്റി നിർത്ത്. ഖുർആനിൽ ഇല്ല എന്ന് 100% ഉറപ്പാണ്. നിത്യജീവിതത്തിൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന അത് മുസ്ലിങ്ങളെ നമുക്ക് വേറെ വേറെയാണോ? ടോയ്ലറ്റിൽ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന, ഉറങ്ങാൻ നേരത്ത് ചൊല്ലുന്ന പ്രാർത്ഥന എല്ലാ മുസ്ലിങ്ങളും ഒരുപോലെയല്ലേ? ഒരുപാട് പ്രാർത്ഥനകളിൽ എല്ലാവരും എല്ലാം ചൊല്ലണമെന്നില്ല. ചിലർ ചൊല്ലാതെ കിടക്കുന്നു, ചിലർ ചിലത് മാത്രം ചൊല്ലുന്നു. രണ്ട് കൈകളും ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് രണ്ട് കൈകളും ചേർത്ത് വെച്ച് രണ്ട് കൈകളിലേക്കും ഊതി എന്നിട്ട് ഓതുകയാണ് സൂറത്തുൽ ഇഖ്ലാസ്. മുസ്ലിങ്ങളെ നമുക്ക് വ്യത്യാസമുണ്ടോ? സൂറത്തുൽ ഫലക് രണ്ടാമത്തെ ആ സൂറത്ത് ഓതുന്നു, വീണ്ടും സൂറത്തുൻ നാസ്, ഈ 3 സൂറത്തുകളും ഓതി ശരീരമാസകലം തടവി, കൈയെത്തുന്ന സ്ഥലത്തൊക്കെ തടവി, വീണ്ടും അങ്ങനെ കൈ ചേർത്ത് വെച്ച് കയ്യിലൂതി ഈ 3 സൂറത്തുകൾ ഓതി ശരീരം തടവി, വീണ്ടും കൈ ചേർത്ത് വെച്ച് ഇങ്ങനെ 3 തവണ ചെയ്ത് വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് ഏറ്റവും ചുരുങ്ങിയത് ബിസ്മിക റബ്ബി വലഅതു ജംബി, പ്രാർത്ഥനകൾ കുറേയുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹുമ്മ, അല്ലാഹുവേ, ബിസ്മിക, നിന്റെ നാമത്തിലാണ്, അമൂതു, എന്റെ മരണം, വഅഹിയാ, എന്റെ ജീവിതം. റബ്ബേ, ഈ ഉറക്കത്തിലെങ്ങാനും ഞാൻ മരിച്ചു പോയാൽ റബ്ബേ നിന്റെ നാമത്തിലാണ് എന്റെ മരണം. റബ്ബേ, ഈ ഉറക്കത്തിൽ നിന്ന് ഞാൻ എന്നും ഉണരുന്നത് പോലെ 4-5 മണിക്ക് 4 മണിക്ക് 3 മണിക്ക് പുലർച്ചെ ഉണരുമ്പോ വീണ്ടും ഞാൻ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോ റബ്ബേ നിന്റെ മാർഗത്തിലാണ് എന്റെ ജീവിതം. മുസ്ലിങ്ങളെ, വ്യത്യാസമുണ്ടോ? ഇവിടെ ഉണ്ടോ? അപ്പോ കിടക്കാൻ നേരത്ത് മുസ്ലിങ്ങൾ ചെല്ലുന്ന പ്രാർത്ഥന റബ്ബിനോടാണ്, നബിയോടല്ല, ഇബ്രാഹിം നബിയോടല്ല, ഇസ്മായിൽ നബിയോടല്ല, മറ്റേതെങ്കിലും പ്രവാചകന്മാരോടല്ല. അള്ളാഹു നിശ്ചയിച്ചയച്ച പ്രവാചകന്മാരിൽ ശ്രേഷ്ഠവര്യനായ റഹ്മത്തുൽ ലിൽ ആലമീനായ, ലോകർക്ക് അനുഗ്രഹമാണ് എന്ന് പരിചയപ്പെടുത്തിയ തങ്ങളായ നമ്മുടെ നേതാവായ, നമ്മുടെ ഉമ്മയേക്കാൾ വാപ്പയേക്കാൾ ജേട്ടനേക്കാൾ അനിയനേക്കാൾ മക്കളേക്കാൾ ആസ്തിയേക്കാൾ സ്വത്തിനേക്കാൾ സർവ്വതിനേക്കാൾ നമുക്ക് പ്രിയപ്പെട്ടതായ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടല്ല ഞാനും നിങ്ങളും ഉറങ്ങാൻ നേരത്ത് പ്രാർത്ഥിച്ചു കിടക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് തന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോടാണ്. അതാണ് നിർഭയത്വം. അവനാണ് എന്റെ ഉറക്കത്തിലെ കാവൽ, അവനാണ് എന്റെ യാത്രയിലെ കാവൽ. അതാണ് നിർഭയത്വം. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ആ വാഹനത്തിലിരുന്ന് അതേ യാത്ര തുടങ്ങുമ്പോ ഞാനും നിങ്ങളും ചൊല്ലുന്നത് റബ്ബിലേക്ക് ബരമേൽപ്പിക്കുകയാണ്. ഈ വാഹനം കീഴ്പ്പെടുത്തി തന്ന റബ്ബേ, അവനെത്ര പരിശുദ്ധനാണ്, അവനെ ഏൽപ്പിക്കുകയാണ്. വീട്ടിൽ നിന്നിറങ്ങാണ് നമ്മൾ രാവിലെ പള്ളിയിലേക്ക് സുബഹിക്ക് പുറപ്പെടുക, യാത്ര പോകാൻ ഇറങ്ങാണ് മുറ്റത്തേക്ക്. നമ്മൾ അല്ലാഹുവിൽ തവക്കുൽ ചെയ്തിട്ടായി ഇറങ്ങുന്നത്. വ്യത്യാസമുണ്ടോ മുസ്ലിങ്ങളെ? ഉണ്ടോ? അവിടെ ഏതെങ്കിലും ഒരു നബിയോട് തവക്കുൽ ചെയ്ത് ഇറങ്ങാൻ ഖുർആനിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഹദീസിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? ഇതിനെ സിമ്പിളായി മനസ്സിലാക്കാൻ പറ്റുന്നതല്ലേ? കെട്ടിക്കുടുക്കുകൾ ആവശ്യമുണ്ടോ? ഉരാക്കുടുക്കുകൾ ഉണ്ടോ? ഇല്ല. രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിലാണ് തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിൽ ഞാൻ ഇതാ ബരമേൽപ്പിക്കുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, എല്ലാ കഴിവും കാര്യവും അവന്റെ അടുക്കൽ നിന്നല്ലാതെ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു മുസ്ലിം വീട്ടിൽ നിന്നിറങ്ങുന്നത്. അപ്പൊ രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ അപ്പൊ ഉറങ്ങാൻ നേരത്തെ റബ്ബിനോട്, ഇനി ഉറക്കത്തിന് 2 മണിക്ക് 3 മണിക്ക് 4 മണിക്ക് എണീറ്റു. അപ്പൊ പറയുന്നത് എന്താ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. സാധാരണക്കാരെ ശരിക്ക് ചിന്തിച്ചോളി. ഒന്ന് ഞാൻ പറഞ്ഞത്, ഖുർആനിലെ എല്ലാ പ്രാർത്ഥനകളും, മൂസാ നബിയുടെ പ്രാർത്ഥന എടുത്തോളി, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന എടുത്തോളി, സുലൈമാൻ നബിയുടെ പ്രാർത്ഥന എടുത്തോളി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന എടുത്തോളി, ആദ്യത്തെ നബിയും ആദ്യത്തെ മനുഷ്യനുമാകുന്ന നമ്മുടെ നേതാവായ അതേ മനുഷ്യരുടെ പിതാവാകുന്ന ആദം നബിയുടെ പ്രാർത്ഥന എടുത്തോളി, ആദ്യത്തെ റസൂൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന എടുത്തോളി. എല്ലാം അല്ലാഹുവിനോട്
എല്ലാം അള്ളാഹുവിനോട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല. റബ്ബിനോടല്ലാതെ ഒരു പ്രാർത്ഥനയുമില്ല. രണ്ടാമത്തെ ഭാഗം ഞാൻ പറയുന്നത്, നിത്യജീവിതത്തിൽ നമുക്ക് ചൊല്ലാനുള്ള പ്രാർത്ഥന എല്ലാം റബ്ബിനോടാണ്. ഉദാഹരണം ഞാൻ പറഞ്ഞു, കിടക്കാൻ നേരത്ത് ഉറക്കത്തിൽ നിന്നുണർന്നാൽ, വീട്ടിൽ നിന്നിറങ്ങിയാൽ, പള്ളിയിൽ പ്രവേശിക്കുമ്പോ എന്താ എല്ലാ മുസ്ലിങ്ങൾക്കും ഒരുപോലെയല്ലേ? ഈ ബേക്കലിൽ പള്ളിയിലെ ഇശാ നിസ്കരിച്ചില്ലേ, മഗ്‌രിബ് നമസ്കരിച്ചില്ലേ, പള്ളിയിലേക്ക് പലതവണകളായി നമ്മൾ ഇന്ന് കയറിയില്ലേ? എന്താ പറയുന്നത്? വലത്തെ കാലം എടുത്തു വെച്ച് നബിയുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലി. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നബിയുടെ മേൽ വലത്തെ കാൽ മുന്തിച്ചുകൊണ്ട് നബിയുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലുന്നു. എന്നിട്ട് റബ്ബിനോട് പറയുന്നു, അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക, അല്ലാഹുവേ നിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നുകൊണ്ട് അല്ലാഹ്, കാരുണ്യത്തിന്റെ കവാടങ്ങൾ എന്റെ മേൽ തുറന്നുകൊണ്ട് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പള്ളിയിലേക്ക് കയറുന്നത്. പള്ളിയിൽ കയറി തഹയ്യത്ത് നിസ്കരിച്ചു. നിസ്കാരത്തിലെ മുഴുവൻ പ്രാർത്ഥനകൾ റബ്ബിനോടാണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ വഴി ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം, പടച്ചവനെ നീ കോപിച്ചവരുടെ മാർഗമല്ല റബ്ബേ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ് റബ്ബേ ചോദിക്കുന്നത്. ചോദിച്ചില്ലേ? പിഴച്ചവരുടെ മാർഗത്തിലല്ല റബ്ബേ, വഴിതെറ്റിപ്പോയവരുടെ മാർഗത്തിലല്ല റബ്ബേ. പ്രാർത്ഥന സ്വീകരിക്കണേ അല്ലാഹ്. 5 നേരം ഫർളിൽ മാത്രം 17 തവണ പറഞ്ഞില്ലേ? സുന്നത്തിൽ വേറെ പറഞ്ഞില്ലേ? തഹയ്യത്തിൽ വേറെ പറഞ്ഞില്ലേ? ഓരോ നിസ്കാരത്തിന്റെ മുന്നിലും ബാക്കിലുമുള്ള നിസ്കാരത്തിൽ ഇത് പറഞ്ഞിട്ടില്ലേ? ഫർളിന്റെ മുന്നിലും ബാക്കിലുമുള്ള നിസ്കാരത്തിൽ പറഞ്ഞില്ലേ? പറഞ്ഞു. അല്ലാതെ ഫാത്തിഹ ഓതുമ്പോൾ പറഞ്ഞില്ലേ? എല്ലാം പ്രാർത്ഥനകളാണ്. ഇനി ഫർളായ നിസ്കാരം തുടങ്ങി, നിസ്കാരത്തിൽ മുഴുക്ക പ്രാർത്ഥനകളാണ്. നിസ്കാരം കഴിഞ്ഞു അല്ലാഹു അക്ബർ അസ്തഗ്ഫിറുല്ലാഹ്, റബ്ബിനോടാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു മുസ്ലിമിന് അഭിപ്രായ വ്യത്യാസമുണ്ടോ? നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി ഉടനെ അസ്തഗ്ഫിറുല്ലാഹ് 3 വട്ടം റബ്ബിനോടാണ് പറയുന്നത്, നബിയോടല്ല, ഏതെങ്കിലും പ്രവാചകന്മാരോടല്ല, റബ്ബിനോടാണ് പറയുന്നത്. അല്ലാഹുമ്മ അൻതസ് സലാം വമിൻകസ് സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്റാം, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോടാണ് പറയുന്നത്. റബ്ബേ നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം. അതുകൊണ്ട് റബ്ബേ ആ സമാധാനം നമ്മൾ ചോദിക്കുകയാണ്, അത് റബ്ബിനോടാണ്. അല്ലാഹുമ്മ ലാ മാനി ലിമാ അഅ്തൈത വലാ മുഅതി ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്. അതിന്റെ അർത്ഥം എന്താ മുസ്ലിങ്ങളെ? എല്ലാവർക്കും അറിയാം. ഞാൻ പിന്നെ എന്തിനാ അങ്ങനെ അർത്ഥം എന്താന്ന് ചോദിക്കുന്നത്? ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ്. അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുമ്മ ലാ മാനി ലിമാ അഅ്തൈത വലാ മുഅതി ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്. അല്ലാഹുവേ നീ തരുന്ന ഒന്നിനെ തടയാൻ പടച്ചവൻ നമ്മുടെ കുടുംബത്തിൽ മരണം തരാൻ വിചാരിച്ചാൽ തടയാൻ ആരുണ്ട്? ബേക്കലിലെ വേണ്ടപ്പെട്ടവർ മരിച്ചിട്ടില്ലേ? ഇല്ലേ? ബേക്കലിലെ വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു പോയിട്ടില്ലേ? ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റി? ആർക്കും തടയാൻ പറ്റില്ല. ഇവിടെ ഒരാളെ പടച്ചവൻ കോടീശ്വരനാക്കി മാറ്റാൻ തീരുമാനിച്ചാൽ ആർക്ക് തടയാൻ പറ്റും? ഒരാൾക്കൊരു രോഗം കൊടുത്ത് പരീക്ഷിക്കാൻ തീരുമാനിച്ചാൽ ആർക്ക് തടയാൻ പറ്റും? അല്ലാഹു തരുന്ന ഒന്നിനെ തടയാനോ റബ്ബ് തരാത്ത ഒന്നിനെ വാങ്ങിത്തരാനോ ആർക്ക് കഴിയും കൂട്ടരെ? ഒരാൾക്കും കഴിയില്ല എന്ന് 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം മുസ്ലിമിനെ കൊണ്ട് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് പറയിപ്പിക്കുകയാണ്. എന്നിട്ടും മനുഷ്യൻ ചിന്തിക്കുന്നില്ല. അല്ലാഹുമ്മ ലാ മാനി ലിമാ അഅ്തൈത വലാ മുഅതി ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്. അല്ലേ? എന്നിട്ട് ചിന്തിച്ചോ മനുഷ്യര്? എന്നിട്ട് ആലോചിച്ചോ മനുഷ്യര്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനി ഞാൻ പറയുന്ന ചില കാര്യങ്ങള് വേഗത്തിൽ ഞാൻ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കും. ദീർഘമായ സംസാരം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇനി പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ബേക്കലിലെ മനുഷ്യരെ, ധാരാളം മുസ്ലിം സംഘടനകളുണ്ട്, കൂട്ടങ്ങളുണ്ട്. അല്ലേ? ലോകത്തില് നമ്മുടെ ഈ ഏതെങ്കിലും അടിസ്ഥാനത്തിലുള്ള ഒരു പ്രസ്ഥാനത്തിലെ 1, 2, 3 ടീമുകളെ കുറിച്ചൊന്നല്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്രൈസ്തവർ, യഹൂദികൾ 71ഉം 72ഉം വിഭാഗങ്ങളായി പിരിയുമെന്ന് പറഞ്ഞതുപോലെ എന്റെ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയുമെന്ന് പറഞ്ഞത് നമ്മൾ ഈ കൂട്ടത്തിലെ കൊച്ചു സംഘങ്ങളെ കുറിച്ചൊന്നുമില്ല. അവിടേക്ക് ഇപ്പം പ്രവേശിക്കുന്നില്ല. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്ത്? യഹൂദികൾ അവർ 71ഓ 72ഓ വിഭാഗമാകും.
ക്രൈസ്തവർ അവരും ഇങ്ങനെ 71 72 വിഭാഗങ്ങളുമാകും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു വസതഫ്തരികു ഉമ്മതി, സംശയമേ വേണ്ട. അവിടെ പ്രയോഗിച്ച ശൈലി എങ്ങനെയാണ്? വസതഫ്തരികു ഉമ്മതി, സംശയം വേണ്ട, നിസംശയം ഉറപ്പിച്ചോളൂ, എന്റെ ഉമ്മത്ത് ഭിന്നിച്ചു പോകും. അല 73 ഫിർഖ, 73 വിഭാഗങ്ങളായി പിരിയും. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അങ്ങനെ കക്ഷികളായി പിരിഞ്ഞു പോകുന്ന എന്റെ ഉമ്മത്തിൽപ്പെട്ട ഓരോ ടീമും കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലേക്കുള്ളവരാണ്. നമ്മൾ സ്വർഗത്തിന്റെ ആള്, മറ്റേ ടീം നരകത്തിന്റെ ആള് എന്ന് പറയാൻ നമുക്കാരും അവകാശം തന്നിട്ടില്ല. പുഞ്ചിരിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനെ നോക്കി ഇയാൾക്ക് സ്വർഗമുണ്ടെന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് അധികാരം തന്നിട്ടില്ല. ഇല്ല, ഏതെങ്കിലും മോശാവസ്ഥയിൽ കിടക്കുന്ന ഒരാളെ നോക്കി ഇയാൾ നരകത്തിലാണെന്ന് പറയാൻ നമുക്ക് അവകാശം തന്നിട്ടില്ല. പക്ഷേ ഇങ്ങനെ കക്ഷികളായി പിരിഞ്ഞു പോകുന്ന 73 ടീമുകളെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞിട്ട് പറഞ്ഞു കുല്ലുഹും ഫിന്നാർ, അവരെല്ലാവരും നരകത്തിലേക്കുള്ളവരാണ്. ഇല്ല മില്ലത്തൻ വാഹിദ, ഒരൊറ്റ ടീം ഒഴികെ. അതാരാ? അതേതെങ്കിലും ഒരു സംഘത്തിന്റെ പേരോ, കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മന്റെ പേരോ, വരാനിരിക്കുന്ന ഏതെങ്കിലും ഒരു ടീമിന്റെ പേരൊന്നും അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു കാര്യമാണ് പഠിപ്പിച്ചു തന്നത്. ഇന്ന ടീമിന്റെ പ്രത്യേകതയാണ് പറഞ്ഞത്. എന്താണ് ആ പ്രത്യേകത? മഅന അലൈഹി അൽയൗം വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഇന്നേ ദിവസം വരെ. ഇത് കേൾക്കുന്ന സ്വഹാബത്തിനോട് പറയാ, ഈ ദിവസം വരെ ഞാനും എന്റെ സ്വഹാബത്തും എന്റെ ഉമ്മത്ത് എവിടെ നിന്നോ അവിടെ നിന്നവർ സ്വർഗത്തിലേക്കുള്ളവരാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഈ കാര്യം പറയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കി തരികയാണ്. എന്താ പറഞ്ഞത്? ഞാനും എന്റെ സ്വഹാബത്തും എവിടെ നിന്നോ, ഏതൊരു നിലപാടിൽ നിന്നോ അവിടെ നിന്നവർ സ്വർഗത്തിലേക്കുള്ളവരാണ്. ആ നിലപാടിലാണോ മുസ്ലിം ഉമ്മത്തെ നമ്മൾ നിൽക്കുന്നത് എന്നൊന്ന് പരിശോധിക്കാൻ. അതാണ് സത്യത്തിൽ ഇന്ന് സംസാരത്തിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന സ്ഥലത്താണോ, നിലപാടിലാണോ, വിശ്വാസത്തിലാണോ, കർമ്മത്തിലാണോ, ആചാരത്തിലാണോ, അനുഷ്ഠാനങ്ങളിലാണോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ പോകുന്നത് നമുക്ക് രക്ഷയുണ്ട് ഇല്ലേ? നമ്മുടെ റൂട്ട് തെറ്റിയിട്ടുണ്ട്. അതാര് പറഞ്ഞാലും തിരുത്തണം. ഇവിടെ പ്രസംഗിക്കുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന സംഘത്തിന്റെ ഒരു എളിയ പ്രബോധകൻ എന്ന നിലക്ക് ഈ ബേക്കലിൽ വന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോ എന്റെ വാക്കിൽ അബദ്ധം പറ്റിയാൽ, എന്റെ സംസാരത്തിൽ അബദ്ധം പറ്റിയാൽ അത് ശരിയല്ല എന്ന് ആര് പറഞ്ഞാലും തിരുത്താൻ 100 വട്ടം റെഡി. എന്റെ ലക്ഷ്യം പരലോകമാണ്. എന്റെ വിജയം ഞാൻ കൊതിക്കുന്നത്, ആഗ്രഹിക്കുന്നത് പരലോകത്താണ്. ഏതെങ്കിലും ഒരാളുടെ മുമ്പിൽ തോറ്റുപോകുന്നതോ ജയിച്ചു നിൽക്കേണ്ടതോ ആയ ഘട്ടത്തെ കുറിച്ചല്ല നമ്മൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ബേക്കലിൽ അവിടെയും ഇവിടെയും നിന്ന് കേൾക്കുന്നവരെ, നാളെ പരലോകം എന്ന് പറയുന്ന റബ്ബിന്റെ കോടതിയിൽ നമ്മൾ ഒറ്റക്ക. നമ്മുടെ ഉസ്താദോ മൗലവിയോ സംഘടനയുടെ നേതാക്കന്മാരോ സുഹൃത്തുക്കളോ ആരും നമ്മുടെ കൂടെ വരില്ല. 6 അടി മണ്ണ് ഇവിടുന്ന് മരണപ്പെട്ടാൽ കൊണ്ടുപോയി ഇന്നും ഇന്നലകളിലും മരിച്ചവർ നമ്മുടെ ബേക്കലിന്റെ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അവരൊറ്റക്ക, അവിടെ കൂടെ ആരും ഉണ്ടാവില്ല. നീ എന്നെ വിളിച്ചോ, ഞാൻ ഓടി വരാമെന്ന് പറഞ്ഞ ക്ലോസ് ഫ്രണ്ട് ഒരിക്കലും ഖബറിലേക്ക് വരില്ല. ഇന്റിമേറ്റ് ഫ്രണ്ട് ഒരിക്കലും ഖബറിലേക്ക് വരില്ല. ഒറ്റക്ക് പറയണം മറുപടി. മർറബ്ബുക്ക് എന്ന ചോദ്യം വരുമ്പോ ഉത്തരം ഒറ്റക്ക് പറയണം. നിന്റെ ദീനേത് എന്ന് ചോദിക്കുമ്പോ ഉത്തരം ഒറ്റക്ക് പറയണം. അതുകൊണ്ട് ചിന്തിച്ചോളൂ, ഞാൻ ഒറ്റക്കായിരിക്കും ഖബറിൽ ഉണ്ടാവുക. നാളെ നഫ്സി നഫ്സി എന്നാണ് മനുഷ്യൻ പറയുക. എന്റെ കാര്യം, എന്റെ കാര്യം. അവിടെ ഒരാളും നിങ്ങളുടെ കൂട്ടിന് വരില്ല. തങ്ങളായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പോലും അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, സലീമിൻ മാലി, മോളെ എന്റെ സ്വത്ത് ചോദിച്ചോ, പാപ്പാന്റെ കയ്യിൽ ഉള്ളത് തരാം. ഒന്നുമില്ല. വളരെ പട്ടിണി കൊണ്ട് പൊറുതി മുട്ടിയ പ്രയാസപ്പെട്ട പ്രവാചകനാണ് പറയുന്നത്, മോളെ ചോദിച്ചോ, എന്റെ സ്വത്തിൽ നിന്ന് ഉള്ളത് ഞാൻ തരാം. പക്ഷെ മോളെ, നാളെ നരകത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ, നീ എങ്ങാനും നാളെ പരലോകത്ത് രക്ഷപ്പെടാത്ത ആളുകളുടെ കൂട്ടത്തിൽ ചെന്നു നിൽക്കേണ്ടി വന്നാൽ വാപ്പക്ക് കടിയില്ല മോളെ നിന്നെ രക്ഷപ്പെടുത്താനെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മുടെ പണ്ഡിതന്മാരോടൊന്ന് ചോദിച്ചു നോക്കൂ. പ്രിയപ്പെട്ട മനുഷ്യരെ, ശ്രോതാക്കളെ, ചോദിച്ചു നോക്കൂ. നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതിലും വലിയൊരു തങ്ങൾ ഇനി ലോകത്ത് വരുമോ? അതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഇനി വരുമോ?
ആരെങ്കിലും ഉണ്ടാകുമോ? ലോകം കണ്ട ഏറ്റവും വലിയ തങ്ങള് ഖബറിൽ നിന്ന് ആദ്യം എഴുന്നേൽക്കുന്നത് നമ്മുടെ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. നാളെ സ്വർഗത്തിന്റെ 8 വാതിലിൽ ഇഷ്ടമുള്ള വാതിൽ മുട്ടി വിളിച്ച് തുറപ്പിക്കാൻ അള്ളാഹു അധികാരം കൊടുത്തിട്ടുള്ളത് ഈ മഹാനായ നേതാവായ തങ്ങളായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. ആ മുത്തുനബി തങ്ങളാണ് പറയുന്നത്, മോളെ, നാളെ പരലോകത്ത് രക്ഷപ്പെടാത്ത ടീമിൽ നീ ചെന്ന് നിൽക്കേണ്ടി വന്നാൽ വാപ്പക്ക് കടിയില്ല മോളെ നിന്നെ രക്ഷപ്പെടുത്താനെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം മകളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഖിത്അത്തു ഖൽബി ഖിത്അത്തു കബദി, എന്റെ കരളിന്റെ കഷ്ടമാണ് നീ, എന്റെ കൽബിന്റെ കഷ്ടമാണ് നീ എന്ന് പറഞ്ഞ ഏറെ സ്നേഹിച്ച ഫാത്തിമ ബീബിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ നമ്മളെ കാക്കാനുണ്ടാവുക? ആരാ നമ്മളെ രക്ഷപ്പെടുത്താനുണ്ടാവുക? ഒരാളും നമ്മളെ രക്ഷപ്പെടുത്താനുണ്ടാവില്ല. അതുകൊണ്ട് എന്റെ ഈ സംസാരത്തിന്റെ ഇതുവരെ എത്തിയ ഭാഗം നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ പറയാ, ഒന്ന് ആത്മപരിശോധനയ്ക്ക് തയ്യാറാവൂ. എന്ത്? ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച റൂട്ടിലാണോ പോകുന്നത്? അവിടുന്ന് നിസ്കരിക്കാൻ പറഞ്ഞതുപോലെ എന്റെ നിസ്കാരം നടക്കുന്നുണ്ടോ? അവിടുന്ന് പറഞ്ഞതുപോലെ എന്റെ നോമ്പ് നടന്നിട്ടുണ്ടോ? അവിടുന്ന് പറഞ്ഞതുപോലെ എന്റെ സക്കാത്ത് നടന്നിട്ടുണ്ടോ? അവിടുന്ന് പറഞ്ഞതുപോലെ എന്റെ ഹജ്ജ് നടന്നിട്ടുണ്ടോ? അവിടുന്ന് പറഞ്ഞതുപോലെയാണോ ഞാൻ സ്വലാത്ത് ചൊല്ലുന്നത്? അവിടുന്ന് പറഞ്ഞതുപോലെയാണോ എന്റെ വിശ്വാസ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്? അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എവിടെ നമ്മൾ എടിച്ചിറങ്ങിയിട്ടുണ്ടോ? തിരിച്ചു കയറണം, തറവാട്ടിലേക്ക് തിരിച്ചു കയറണം, അള്ളാഹുവിന്റെ ദീനിലേക്ക് തിരിച്ചു കയറണം. ബുഖാരിയിലും മുസ്ലിമിലും തുർമുദിയിലും നസായിലും ഒക്കെ പഠിപ്പിച്ചു തന്ന യഥാർത്ഥ ഹദീസുകളിലേക്ക് നമ്മൾ തിരിച്ചു വരണം. പരിശുദ്ധ ഖുർആനിലെ 6236 ആയത്തുകളിൽ കേട്ട പടച്ചവന്റെ സംസാരമാകുന്ന ഖുർആനിന്റെ വചനാമൃതങ്ങളിലേക്ക് ഞാനും നിങ്ങളും തിരിച്ചു കയറണം. ഇല്ലെങ്കിൽ രക്ഷപ്പെടാൻ കഴിയില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിന്റെ ആയത്ത് ഓതി പഠിപ്പിച്ചു തന്നു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, അത്തിയുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, വ അത്തിയുർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കണം, വ ഉലിൽ അംരി മിൻകും, നിങ്ങളിലെ കൈകാര്യകർത്താക്കളെ നിങ്ങൾ അനുസരിക്കണം. ബേക്കലിലെ മുസ്ലിങ്ങളെ പ്രത്യേകിച്ച് ഞാൻ നിങ്ങളെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണ്, മുസ്ലിം ഉമ്മത്തിനോട് ഞാൻ എടുത്തു പറയുകയാണ്, അല്ലാഹുവിനെ അനുസരിക്കണേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണേ, നിങ്ങളുടെ കൈകാര്യകർത്താക്കൾ അനുസരിക്കണേ. ഇനി ഖുർആൻ പറയുന്ന വാചകം ശ്രദ്ധിച്ചു കേട്ടോളൂ, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹ്. എന്താ? എന്തെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്കിടയിൽ തർക്കമുണ്ട്. ഇതാ സലഫി പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനം, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഖുർആനിലെ പ്രാർത്ഥനകൾ എടുത്തു പറഞ്ഞിട്ട്, നിത്യജീവിതത്തിൽ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ എടുത്തു പറഞ്ഞിട്ട് മുസ്ലിം ഉമ്മത്തിനോട് പറയുന്നു, പ്രാർത്ഥന റബ്ബിലേക്ക് മാത്രമേ പാടുള്ളൂ. ഇസ്തിഗാസ, തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ, അത് റബ്ബിലേക്ക് മാത്രമേ പാടുള്ളൂ. ഇവിടെ സവാദ് സലഫി സംസാരിച്ചപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ട് ഖബറിനെ കുറിച്ച്. ആ ഖബറാളിയുടെ മുന്നിൽ ചെന്ന് ഖബറാളിയോട് സങ്കടം പറയല്ലേ, അള്ളാഹുവിനോട് പറയൂ നിങ്ങളുടെ വിഷമങ്ങൾ. ഖബറാളിക്ക് മുന്നിൽ ചെന്ന് നിങ്ങളുടെ കാര്യങ്ങളെ നിങ്ങൾ പറഞ്ഞ് അവരെ കേൾക്കുമെന്നോ സഹായിക്കുമെന്നോ വിശ്വാസത്തിൽ ചെയ്യല്ലേ. ഇസ്ലാം അത് പഠിപ്പിച്ചു തന്നിട്ടില്ല. അത് റബ്ബ് പൊറുക്കാത്ത പാപമാണ്, കടുത്ത പാപമാണ്. അള്ളാഹ് അത് ഇഷ്ടപ്പെടുകയില്ല. സർവ്വതും ഒരുക്കി തന്ന റബ്ബ് ആകെ മനുഷ്യനോട് പറഞ്ഞ കണ്ടീഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണമെന്നതാണ്. 5 നേരം നിസ്കരിക്കുന്ന മുസൽമാനെ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ദാ ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നു എന്ന് കൈകെട്ടി നിന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. നെഞ്ചിന് താഴെയൊക്കെ കെട്ടുന്ന ആളുകളുണ്ട്, നിൽക്കട്ടെ. കൈകെട്ടി നിന്നിട്ട് മുസ്ലിം ഉമ്മത്ത് പറയുന്നത് എന്താ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായതേട്ടം നടത്തുകയുള്ളൂ. എന്നിട്ട് 5 നേരം ഇങ്ങനെ ചൊല്ലി പറഞ്ഞിട്ട്, സുന്നത്തിൽ വേറെയും ചൊല്ലി പറഞ്ഞിട്ട്, പ്രതിജ്ഞ ചെയ്തിട്ട്, മുസ്ലിമേ, മുസൽമാനെ, ആ ഖബറിൽ കിടക്കുന്ന നാഗൂരിൽ, എർവാടിയിൽ, അജ്മീരിലെ, മുത്തുപ്പേട്ടയിലെ, അങ്ങ് കേരളത്തിലെ വ്യത്യസ്തമായ ഖബറിടങ്ങളിലെ ശൈഖുമാരെ, ബീബിമാരെ, അവർ ചിലപ്പോൾ നല്ലവരായിരിക്കാം, നമുക്കറിയില്ല. ആണെങ്കിൽ അള്ളാഹു അവർക്ക് രക്ഷ കൊടുക്കുമാറാകട്ടെ. നല്ലവരാണെങ്കിൽ അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ബദരീങ്ങളെ എന്ന് പറയുന്നില്ലേ, അവർ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ നിന്നവരും നബിയുമല്ലേ ബദരീങ്ങൾ എന്ന് പറയുന്നവർ. പ്രിയപ്പെട്ടവരിൽ തർക്കണ്ടോ? മുസ്ലിങ്ങൾക്ക് ഇല്ല. പക്ഷെ പ്രാർത്ഥന അവരോട് നടത്താൻ പറ്റുമോ? സങ്കടം അവരോട് പറയാൻ പറ്റുമോ? ദുഃഖങ്ങൾ അവരോട് പറയാൻ പറ്റുമോ?
വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ തീർക്കാൻ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനും സങ്കടം പറയാനും പറ്റുമോ? പാടില്ല എന്നതാണ് ഖുർആൻ പഠിപ്പിച്ചത്. ബദർ യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നു നിൽക്കുമ്പോ മറുഭാഗത്ത് 1000-ഓളം വരുന്ന ടീമാണ്. ഇവിടെ വെറും 300 ചില്ലാൻ ആളുകളാണ്. കാൽമുട്ടുകൾ നിലത്ത് കുത്തിവെച്ചിട്ട് ആകാശത്തിന്റെ മേലാപ്പിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് കച്ചത്തിന്റെ വെള്ള കാണുമാർ കിട്ടുകിടാ വിറച്ചുകൊണ്ട് താടിരോമങ്ങളിലൂടെ കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങിയിട്ട് നമ്മുടെ നേതാവായ തങ്ങളായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് പറഞ്ഞത്, അല്ലാഹുമ്മ അല്ലാഹുവേ ഇൻ തുഹ്ലിക് ആദിഹിൽ ഇസാബ, ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ചു കളഞ്ഞാൽ ലൻ തുഅബദ ഫിൽ അർളി അബദാ, പടച്ചവനെ നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു സംവിധാനം ലോകത്തുണ്ടാവില്ല, നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു ടീം ലോകത്തുണ്ടാവില്ല. അതുകൊണ്ട് റബ്ബേ സഹായിക്കണേ എന്ന് കലങ്ങിയ കണ്ണുമായി ചുണ്ടുകൾ വിതുമ്പുന്ന അവസ്ഥയിൽ നമ്മുടെ നേതാവായ തങ്ങളായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിന്റെ രണാങ്കണത്തിൽ സ്വഹാബത്തെ ആകമാനം കരഞ്ഞു പോകുമാർ പ്രാർത്ഥിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥന നടത്തിയത്? ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് മുസ്ലിം ഉമ്മത്ത് ഇന്ന് ദുആ ചെയ്യുന്നത്. സ്വഹാബത്തിനോടാ മുസ്ലിം ഉമ്മത്ത് ഇന്ന് ദുആ ചെയ്യുന്നത്. അത് കടുത്ത പാപമാണ്, ചെയ്യരുത്. തർക്കമുണ്ട് ഇവിടെ. പറഞ്ഞു ഖുർആൻ പറയാണ്, നിങ്ങൾക്കിടയിൽ തർക്കമുണ്ടായാൽ നിങ്ങൾ എവിടേക്ക് മടക്കണം? അതിനെ ഫറുദ്ദൂ, ആ തർക്കമുള്ള വിഷയത്തെ നിങ്ങൾ മടക്കണം. ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടക്കണം. വറസൂൽ, അല്ലാഹുവിന്റെ പ്രവാചകനിലേക്ക് നിങ്ങൾ മടക്കണം എന്ന് പറഞ്ഞ എങ്ങനെ? ഖുർആനിലേക്ക് മടക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മടക്കണം. ആ മടക്കം എന്നാണ് ഖുർആൻ ഒന്ന് നോക്കുക. ഖുർആനിൽ അങ്ങനെ വല്ല തെളിവുമുണ്ടോ? ഇല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മടക്കണമെന്ന് പറഞ്ഞാൽ മുത്തുനബി അന്ന് ജീവിച്ചിരുന്നത് പോലെ നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. അന്ന് ജീവിച്ചിരുന്നത് പോലെ ഇന്ന് മുത്തുനബി നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്നില്ല. മക്കത്തോ മദീനത്തോ ലോകത്തിന്റെ ഏത് കോർണറിൽ മുത്തുനബി നമ്മളോട് സംവദിക്കാനും സംസാരിക്കാനും നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും ഒന്ന് ഉണ്ടെങ്കിൽ നമുക്ക് പോകാമായിരുന്നു. പണമില്ലെങ്കിൽ വീട് വിറ്റിട്ടെങ്കിലും പോകാമായിരുന്നു. പക്ഷെ അങ്ങനെ നമ്മൾ അന്ന് ജീവിച്ചിരുന്നത് പോലെ ഇന്ന് മുത്തുനബി നമ്മുടെ കൂട്ടത്തിലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പൊ തർക്കണ്ടെങ്കിൽ നബിയിലേക്ക് മടക്കണം എന്ന് പറഞ്ഞത് എന്താ? മുത്തുനബിയുടെ ഹദീസുകൾ, അവിടുത്തെ ഖൗലുകൾ, അവിടുത്തെ തഖരീറുകൾ, അവിടുത്തെ ഫഇലുകൾ, മാ ഉദീഫ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഫഇലിഹി വഖൗലിഹി വതഖരീരിഹി, അവിടുത്തെ സമ്മതങ്ങൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾ, അവിടുത്തെ വാക്കുകൾ ഇന്നും രേഖപ്പെട്ട് കിടക്കുകയാണ്. അതെ, തെറ്റുകൾ കൂടാതെ സുതാര്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ കൃത്യമായി കിടക്കുന്നു. അവിടേക്കും മടക്കണം. അവിടെ നിങ്ങളുടെ കൈകാര്യകർത്താക്കളിലേക്ക് മടക്കണമെന്ന് പറഞ്ഞില്ല. നിങ്ങൾക്ക് തർക്കമുണ്ടോ? നിങ്ങളെ മൗലവിയിലേക്ക് മടക്കണമെന്ന് പറഞ്ഞില്ല. നിങ്ങൾക്ക് തർക്കമുണ്ടോ? നിങ്ങളുടെ സംഘത്തിന്റെ നേതാവിലേക്ക് മടക്കണമെന്ന് പറഞ്ഞില്ല. നിങ്ങൾക്ക് തർക്കമുണ്ടോ? നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ അമരക്കാരിലേക്ക് മടക്കണമെന്ന് പറഞ്ഞില്ല. നിങ്ങൾക്ക് തർക്കമുണ്ടോ? ഖുർആനിലേക്ക് മടക്കണം, തിരുസുന്നത്തിലേക്ക് മടക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ തർക്കമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെ ബുദ്ധിയുള്ള മനുഷ്യരെ, ഇവിടെ ഭാഷകൾ അറിയുന്നവരെ, ഇംഗ്ലീഷും തമിഴും കന്നഡയും മലയാളവും ഒക്കെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന കേരളക്കരയിലെ ഇങ്ങേറ്റത്ത് കിടക്കുന്ന കാസർഗോഡിന്റെ മണ്ണിൽ ബേക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഞാൻ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോ ഈ നാട്ടിലെ മനുഷ്യരോട് പറയുകയാണ്, കഴിവുള്ളവരാണ് നിങ്ങൾ പല വിഷയത്തിലും, ബിസിനസ്സിലാവട്ടെ, നല്ല ക്രയവിക്രയങ്ങളിലാകട്ടെ, ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥലത്താകട്ടെ, നിങ്ങൾ ഒരുപാട് കണ്ണിങ്ങിൽ സംസാരം നടത്തുന്നവരാണ് എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുസുന്നത്തിലൂടെ പഠിപ്പിച്ചു തന്ന ഇസ്ലാമിന്റെ വിഷയങ്ങൾ പഠിക്കാൻ എന്തുകൊണ്ട് നമുക്ക് സമയമില്ല എന്ന് പറയുന്നു? മടക്കൂ, സംശയങ്ങളെ നിങ്ങൾ മടക്കൂ. മൗലവിയിലേക്ക് മടക്കൂ എന്നല്ല, ഉസ്താദിലേക്ക് മടക്കൂ എന്നല്ല. ഉസ്താദിലേക്ക് മടക്കാം, ഖുർആനായിരിക്കണം പറയുന്നത്. മൗലവിയിലേക്ക് മടക്കാം, ഹദീസും ഖുർആനുമായിരിക്കണം പറയുന്നത്. അങ്ങനെ മടക്കാനാ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അവിടെയാണ് നമുക്ക് സമാധാനം കണ്ടെത്താൻ കഴിയുകയുള്ളൂ. കാരണം നമ്മുടെ സ്രഷ്ടാവിന്റെ വാക്കാണത്. ഖുർആൻ അല്ലാഹുവിന്റെ വാക്കാണ്. ഹദീസ് അല്ലാഹുവിന്റെ സമ്മതപ്രകാരമോ അല്ലാഹുവിന്റെ വാക്കുകളോ
അതേ ഖുദ്സിയായ ഹദീസുകളുണ്ട്, അല്ലാത്ത ഹദീസുകളുമുണ്ട്. അത് റബ്ബിന്റെ സമ്മതത്തോടു കൂടിയാണ് മനുഷ്യലോകത്തെ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾപ്പിച്ചിട്ടുള്ളത്, അറിയിച്ചിട്ടുള്ളത്. എന്നിട്ടും മുസ്ലിം ഉമ്മത്ത് ഈ വിഷയത്തിൽ എന്തുകൊണ്ട്, ഇസ്ലാമിന്റെ മർമ്മമായ തൗഹീദിൽ പോലും എന്തുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് പിന്നെ തെറ്റിപ്പോയത്? പ്രാർത്ഥനയുടെ വിഷയത്തിൽ പോയും ഇന്നും കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറവും കാര്യകാരണ ബന്ധങ്ങൾ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഇന്നും മനസ്സിലാകാത്ത ആളുകൾ എങ്ങനെ ഉണ്ടായി തീർന്നു. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള അഭൗതികമായ കാര്യങ്ങൾ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. എന്റെ കൈയൊന്ന് പിടിക്കൂ എന്ന് ഇവിടെ നിൽക്കുന്ന ആളോട് പറയാം, അതൊക്കെ കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലുള്ളതാണ്. എനിക്കൊരു 100 രൂപ തരുമോ എന്ന് ചോദിക്കാം. എന്റെ തെങ്ങിൽ കയറി തേങ്ങ ഒന്ന് പറിച്ചു തരുമോ, ഇട്ടു തരുമോ, അല്ലെങ്കിൽ എന്താണോ നാട്ടിലെ ഭാഷ പറയുക അത് നമുക്ക് ചോദിക്കാം. എന്റെ കൂടെ ഇന്ന സ്ഥലത്തേക്കൊന്ന് വന്ന് സഹായിക്കുമോ ചോദിക്കാം. ലോകത്തിന്റെ രക്ഷിതാവിനോട് മാത്രം ചോദിക്കേണ്ടത് എനിക്കൊരു സന്താനത്തെ തരുമോ, സിദ്ധനോട് ചോദിക്കാൻ പറ്റുമോ, ബീബിയോട് ചോദിക്കാൻ പറ്റുമോ, ആൾ ദൈവങ്ങളോട് ചോദിക്കാൻ പറ്റുമോ, എനിക്കൊരു സന്താനത്തെ തരണമേ റബ്ബേ എന്ന് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് കഴിഞ്ഞുപോയ നബിമാരോടല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് കഴിഞ്ഞുപോയ നബിമാരോടല്ല, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോടാണ്. വെള്ളത്തിന് ക്ഷാമം വന്നപ്പോ, അതേ കുടിവെള്ളം പോലും നിന്നു പോയപ്പോ, ഭൂമിയും മണ്ണുമൊക്കെ വിണ്ടുകീറാൻ തുടങ്ങിയപ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സഹാബത്ത് വന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സർവരോടും ഒരുമിച്ച് കൂടാൻ പറഞ്ഞിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ വെള്ളം തരുന്നത് റബ്ബാണ്. അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. ഖുർആനിന്റെ ചോദ്യമാണ്, നിങ്ങളാണോ ആകാശത്തു നിന്ന് വെള്ളം ഇറക്കുന്നത്, അതല്ല നാമാണോ? അത് റബ്ബിന്റെ പ്രത്യേകമായ അള്ളാഹുവിന്റെ സംവിധാനത്തിൽപ്പെട്ടതാണ്. വെള്ളമില്ലെങ്കിൽ അവനോടാ ചോദിക്കേണ്ടത്. രോഗം തന്ന് പരീക്ഷിക്കുന്ന റബ്ബാണ്, മാറ്റി തരേണ്ടത് റബ്ബാണ്, ട്രീറ്റ്മെന്റ് നടത്തേണ്ടത് നമ്മളാണ്, ഹോസ്പിറ്റലിൽ പോവേണ്ടത് നമ്മളാ, വിദഗ്ധരായ ഡോക്ടർമാരെ കാണേണ്ടത് നമ്മളാ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നമുക്ക് പോകാം. പക്ഷെ ആത്യന്തികമായി ആ രോഗത്തെ മാറ്റിത്തരാനുള്ള കഴിവ് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനാണ്. 2 ദിവസമേ ഇനി ഈ മനുഷ്യൻ ജീവിക്കാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞിട്ട് 2 കൊല്ലവും 20 കൊല്ലമൊക്കെ ജീവിച്ചവർ, ഇതൊക്കെ റബ്ബിന്റെ അടുക്കലുള്ള കാര്യമാണ്. അതുകൊണ്ട് അവന്റെ മുന്നിലേക്കാണ് നടത്തേണ്ടത്. ഇതെന്തുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് മനസ്സിലാകുന്നില്ല? ഈ പ്രാർത്ഥനയുണ്ടല്ലോ, റബ്ബിനോട് മാത്രം നടത്തേണ്ട ഈ പ്രാർത്ഥന, ആ പ്രാർത്ഥന റബ്ബല്ലാത്ത ഒരാളും കേൾക്കില്ല, ഉത്തരം തരില്ല എന്ന് ഖുർആൻ ആശങ്കകൾക്കിടമില്ലാതെ പറഞ്ഞതാ. ഇൻ തദ്ഉഹും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ, ഈ ഹും എന്ന് പറഞ്ഞാൽ ആരാ? അത് ഔലിയാക്കന്മാരാവാം, അമ്പിയാക്കന്മാരാവാം, മലക്കുകളാവാം, ജിന്നുകളാവാം, ജീവിച്ചിരിക്കുന്നവരാവാം, മരിച്ചുപോയവരാവാം, ആരുമാകട്ടെ പ്രാർത്ഥന നടത്തേണ്ടത് അവരോടല്ല, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോടാണ്. അല്ലാഹു പറയാ, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. ഇനി വലൗ സമിഉ, വാദത്തിനു വേണ്ടി നമുക്ക് തോറ്റുതരാം, നമുക്ക് ജയിച്ചു നിൽക്കാം, നമുക്കൊരാളെ തോൽപ്പിച്ചു എന്ന് പറയാം. പക്ഷെ ഖുർആന്റെ ശൈലി അങ്ങനെയല്ല. വലൗ സമിഉ, വാദത്തിനു വേണ്ടി സമ്മതിച്ചാൽ തന്നെ കേൾക്കുമെന്ന് സമ്മതിച്ചാൽ തന്നെ ഖുർആനാ പറയുന്നത് മസ്തജാബു ലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം തരില്ല. പിന്നെന്തിനാ ദുആ? ഖബറിൽ കിടക്കുന്ന ഒരാളുടെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ ഖബറാളി കേൾക്കില്ല. ഇനി കേൾക്കുമെന്നാണോ നിങ്ങളുടെ വാദം? ശരി, വാദത്തിന് വേണ്ടി കേൾക്കുമെന്ന് പറയാം, നിങ്ങൾക്ക് ഉത്തരം തരില്ല. ശിഹാബടക്കരയല്ല പറയുന്നത്, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അല്ല പറയുന്നത്, കേരളത്തിലോ ലോകത്തിലോ ഉള്ള പ്രഭാഷകന്മാരല്ല പറയുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ അന്തകടാഹങ്ങളുടെ അധിപനായ സ്രഷ്ടാവായ അതിന്റെ ആധികാരികമായ അതോറിറ്റിയാണ് ലോകത്തോട് പറയുന്നത്. ലോകത്തെ സംവിധാനിച്ച സൃഷ്ടിച്ച റബ്ബാ പറയുന്നത്, മനുഷ്യനെ ഖബറിലേക്ക് എത്തിച്ച റബ്ബാ പറയുന്നത്. നിങ്ങളുടെ കൂട്ടത്തിലെ നേതാക്കന്മാരാണ് ഇവർ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തന്ന റബ്ബാ പറയുന്നത്. എന്ത്? നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ ദുആ കേൾക്കില്ല, പോരാ കേൾക്കുമെന്ന് വാദിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം തരില്ല. അവിടെ നിർത്തിയോ? അല്ലാ നിർത്തിയില്ല. എന്നിട്ട് അല്ലാ ബാക്കി പറഞ്ഞ എന്താണെന്നറിയോ? പോരാ, വയൗമൽ ഖിയാമ, ഖിയാമത്തു നാളിൽ യക്ഫുറൂൻ, ഇവർ നിഷേധിക്കും. ആര്? ലോകത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ വിളിക്കുന്നത് യേശുക്രിസ്തു ഈസാ നബിയാണ്.
ആ യേശു ക്രിസ്തു ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പരലോകത്തുനിന്ന് പറയും, അല്ലാഹുവേ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞത് ഇസ്രായേലരെ കേൾപ്പാ, എന്റെയും നിങ്ങളുടെയും കർത്താവ് ഏക കർത്താവ്, പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ അവനെ ആരാധിക്കണേ, അവനെ വണങ്ങണേ എന്ന് പഠിപ്പിച്ചിട്ടാ ഞാൻ പോന്നത്. നിന്റെ സന്നിധിയിലേക്ക് നീ എന്നെ ഉയർത്തിയത്. ഇല്ല റബ്ബേ, ഞാൻ പറഞ്ഞിട്ടില്ല അല്ലാ എന്ന് നാളെ പരലോകത്തെന്ന് പറയും. ബദരീങ്ങളുടെ നേതാവായ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അല്ലാഹുവേ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നിന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച് ദുആ ചെയ്ത് നിന്നിലേക്ക് ഇബാദത്തിന്റെ സർവ്വതും സമർപ്പിച്ച് മാതൃക കാണിച്ച് ജീവിച്ചു ഞാൻ 23 വർഷക്കാലം ത്യാഗപൂർണമായ ജീവിതം നയിച്ച് പടച്ചവനെ ആ അർത്ഥത്തിലാ ഞാൻ തിരിച്ചു പോന്നിട്ടുള്ളത്. ഞാൻ എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടില്ല നാദാ, എനിക്കറിയില്ല റബ്ബേ എന്ന് പറഞ്ഞ് നാളെ പരലോകത്തെന്ന് വയൗമൽ ഖിയാമ, ഖിയാമത്തു നാളിൽ യക്ഫുറൂന ബിശിർകികും, നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കുമെന്ന് ഖുർആനാണ് പറയുന്നത്. പോരാ, അല്ലാഹ് പറഞ്ഞു ഇത്രയും നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നിട്ടും ഈ ശിർക്ക് ചെയ്യാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അത് റബ്ബ് പൊറുക്കാത്ത പാപമാണ്, അത് റബ്ബ് പൊറുക്കാത്ത പാപ. അല്ലാഹ് നമ്മളോട് ഒരു ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞപ്പോ പൈസ എറിയാൻ പറഞ്ഞിട്ടില്ല. ഉണ്ടോ? കഠിനാധ്വാനം ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കുന്ന പണം എന്നെ ആരാധിക്കുന്നതിന് വേണ്ടി ഇന്ന ആ സ്ഥലത്ത് എറിയണമെന്ന് പറഞ്ഞൊരു ആരാധന ഇസ്ലാമിലുണ്ടോ? രൂപമുണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അതിന് പൈസ കളയാൻ പറഞ്ഞിട്ടില്ല. ഉണ്ടാക്കാൻ പാടില്ല എന്നാ പറഞ്ഞത്. രൂപം ഏതെങ്കിലും അർത്ഥത്തിൽ മുസ്ലിങ്ങൾ ആരെങ്കിലും ലോകത്ത് എവിടെയെങ്കിലും ഒരു പ്രതിമ ഉണ്ടാക്കിയോ? ഉണ്ടാക്കില്ല. എന്താ കാരണം? പാടില്ല എന്നാ ദീന് പറഞ്ഞത്. നമ്മൾ ആരെങ്കിലും ലോകത്തിന്റെ റബ്ബിനെ കണ്ടോ? കണ്ടിട്ടില്ല. പക്ഷേ അവന്റെ ദൃഷ്ടാന്തങ്ങൾ ഏറെ കണ്ണിനും കാതിനും കേൾക്കാനും കാണാനും കൽബിന് ആസ്വദിക്കാനും പറ്റുന്ന വിധത്തിൽ ഇതാ ഈ പ്രപഞ്ചം മുഴുക്കെ നിലകൊള്ളുകയാണ്. വാരി വിതറിയ മിന്നാമിനുങ്ങളെ പോലെ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന വലിയ വലിയ നക്ഷത്രങ്ങള്. സൂര്യനൊരു നക്ഷത്രമാണെങ്കിൽ 13.5 ലക്ഷം ഭൂമി കൊണ്ടുപോയി വെക്കാൻ സൂര്യനിൽ മാത്രം സ്ഥലമുണ്ട് എന്ന് സയൻസ് ലോകത്തോട് വിളിച്ചു പറയുമ്പോ അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാ, സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണെന്ന് മുസ്ലിങ്ങൾ പറയും. സയൻസ് ഭൂമി ആ സാങ്കല്പിക അച്ചുതണ്ടിൽ ഇങ്ങനെ അതിവേഗതയിൽ കറങ്ങുകയാണ് എന്ന് പറയുമ്പോ നമുക്ക് വണ്ടി ഓടിക്കാൻ, നമുക്ക് സഞ്ചരിക്കാൻ, നമുക്ക് ഉറങ്ങാൻ, നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ വിധത്തിൽ ഇതിങ്ങനെ വിധാനിച്ചു തന്ന റബ്ബിനെ നമ്മൾ മഹത്വപ്പെടുത്തും. അല്ലാഹു അക്ബർ, റബ്ബേ നീയാണ് ഏറ്റവും വലിയവൻ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അളീം. നമ്മൾ റബ്ബിനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിൻ്റെതാണ് ഈ ഭൂമി, അവൻ്റെതാണ് ഈ ആകാശം, അവൻ്റെതാ ഇതിന് രണ്ടിനും ഇടയിലുള്ളതെല്ലാം എന്ന നിലക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഞാനും നിങ്ങളും ആ അർത്ഥത്തിലാണ് റബ്ബിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? അല്ലാഹു തആല വീണ്ടും വിശദീകരിച്ചു തരികയാണ്. ലഹു ദഅവത്തുൽ ഹഖ്, യഥാർത്ഥ ദുആ അവനുള്ളതാണ്, പ്രാർത്ഥന അവനുള്ളതാണ്. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി, അവന് പുറമെ, അല്ലാഹുവിന് പുറമെ ആരൊക്കെ ഏതൊക്കെ ആളുകൾ വിളിച്ചു തേടുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്നുണ്ടോ, ദുആ ചെയ്യുന്നുണ്ടോ, അല്ലാഹ് പറയാ ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാഹ് ലിയബ്ലുഗ ഫഹ് വമാ ഹുവ ബിബാലിഗിഹി വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. എത്ര ക്ലിയർ ആണ് പ്രിയപ്പെട്ടവരെ. റബ്ബല്ലാത്ത ആളുകളോട് ദുആ നടത്തുന്നതിനെ കുറിച്ച് ഞാനല്ല, ഏതെങ്കിലും ഇസ്ലാമിക പ്രഭാഷണങ്ങളിൽ പറയുകയല്ല. അല്ലാഹ് പറയാ റബ്ബല്ലാത്ത ആളുകളോട്, ഒരിക്കലും ഉത്തരം തരാത്ത ആളുകളോട് ദുആ ചെയ്യുന്നവരുടെ ഉപമ ഏതുപോലെയാണ്? വെള്ളമുള്ള സ്ഥലത്തേക്ക് കൈ നീട്ടിയവനെ പോലെയാണ്. ഒരു കിണറിൽ വെള്ളമുണ്ട്, വലിയ താഴ്ചയുള്ള ഒരു കുളത്തിൽ വെള്ളമുണ്ട്. ആ കുളത്തിന്റെ കരയിൽ, കിണറിന്റെ കരയിൽ ചെന്നിട്ട് കൈ ഇങ്ങനെ നീട്ടിയിട്ട് വെള്ളം വായിലെത്താൻ ആഗ്രഹിച്ചവനെ പോലെയാണ് അവൻ. അല്ലാഹ് പറയാ ഇല്ല കബാസിതി കഫൈഹി ഇലൽ മാഹ്, വെള്ളത്തിലേക്ക് കൈ നീട്ടിയവനെ പോലെയാണ്. എന്തിനാ നീട്ടിയത്? ലിയബ്ലുഗ ഫഹ്, അവന്റെ വായിൽ വെള്ളമെത്താനാണ്. അല്ലാഹ് പറയാ വമാ ഹുവ ബിബാലിഗിഹി, അവന്റെ വായിൽ വെള്ളമെത്തുകയില്ല. നമ്മളല്ല പറയുന്നത്, അല്ലാഹുവാണ്. അവിടെ മുസ്ലിങ്ങളെ ഞാൻ സ്പെസിഫൈ ചെയ്തിട്ട് മുസ്ലിങ്ങളെ വിളിക്കുക. മുസ്ലിങ്ങളെ ഏത് സംഘത്തിലാവട്ടെ, ഏത് സംഘടനയിലാവട്ടെ, ശരിക്കും ശ്രദ്ധിച്ചോ, പരലോകത്തിന്റെ കാര്യമാണ് ഇത്. പരലോകത്തിന്റെ കാര്യമാണ് ഇത്. ഗുണകാംക്ഷയാണ് ഇത്. നസീഹത്താണ്.
ഇത് നാളെയുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഞങ്ങളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പതാക ഉയർത്തിയിട്ടില്ല. ഇത്ര ആളുകൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ മെമ്പർമാരാവണമെന്ന് ഞങ്ങൾ എവിടെയും പറയാറില്ല. ആര് മെമ്പറാവട്ടെ മെമ്പറാവാതിരിക്കട്ടെ, അത് ചർച്ചാ വിഷയമേ അല്ല. ഞങ്ങൾക്ക് ഇത്ര ആൾബലമുണ്ടെന്ന് കാണിക്കാനുള്ള പ്രോഗ്രാമുകൾ എവിടെയും ഞങ്ങൾ സംഘടിപ്പിക്കാറില്ല. അതിനൊന്നുമല്ല ഈ പറയുന്നത്. ഇത് ചിന്താശക്തിയുള്ളവരുടെ ഹൃദയത്തിനുള്ളിലേക്ക്, നിങ്ങൾ കേട്ട കർണപുടങ്ങളിലൂടെ, നിങ്ങളുടെ തലച്ചോറിലേക്ക്, വാരിയെല്ലുകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന കൽബിനുള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് ചിന്തിച്ചോ. അള്ളാഹുവിന്റെ വാക്കാണിത്. കൈ നീട്ടിയവനെ പോലെയാണ് വെള്ളത്തിലേക്ക് എത്താത്ത, കൈയെത്താത്ത വെള്ളത്തിലേക്ക് കൈ നീട്ടിയിട്ട് വെള്ളം വായിലെത്തണമെന്ന് കൊതിച്ചവനെ പോലെയാണ് സർവശക്തനായ റബ്ബിനോടല്ലാതെ ദുആ ചെയ്യുന്നവരുടെ ഉപമ എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി കേട്ടോ, ഇനിയും മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറയാം. ബേക്കൽ എന്നല്ല, കേരളത്തിന്റെ മുക്കുമൂലകളിൽ, ഗ്രാമാന്തരങ്ങളിൽ, കോർണറുകളിൽ ചെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉമ്മമാരും ബാപ്പമാരും പറയുന്ന മറുപടിയുണ്ട്. ദാ നിങ്ങൾ ഈ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. അപ്പൊ ഞങ്ങളുടെ വല്ലിപ്പമാർക്കറിയില്ലേ, ഞങ്ങളുടെ കാരണവന്മാർക്കറിയില്ലേ, വലിയ ദർസിലോതി പഠിച്ച വലിയ അറിയപ്പെട്ട പണ്ഡിതന്മാർക്കറിയില്ലേ, അവരുടെ കാര്യത്തിലൊന്നും നമ്മൾ തർക്കിക്കാനില്ല. ഇതേ ചോദ്യം ഫിറഔൻ ആരോട് ചോദിച്ചത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചത്. ഓ, അപ്പൊ മൂസ, നിങ്ങൾ പറയുന്നതാണ് ശരിയെങ്കിൽ ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ, കഴിഞ്ഞുപോയ നൂറ്റാണ്ടിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ കാരണവന്മാരുടെ അവസ്ഥ എന്താണ്? മൂസാ നബി എന്താ പറഞ്ഞത്? എന്നാ അതിലൊരു സംവാദം നടത്താം, കഴിഞ്ഞോരെ കുറിച്ചൊരു സംവാദം നടത്താന്നാണോ പറഞ്ഞത്? അല്ല, മൂസാ നബി വേഗം ഒഴിഞ്ഞു മാറി. അതിൽ നമ്മൾ വിഷയാക്കണ്ട, നമ്മൾ അതിന്റെ പേരിൽ തർക്കിക്കണ്ട. നമ്മളിപ്പോ ജീവിച്ചിരിക്കുന്നവരല്ലേ, നമുക്ക് നമ്മളെ കാര്യം നോക്കാം. മരിച്ചവരെ കുറിച്ച് നമ്മൾ തർക്കിച്ച് വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. ഉടനെ മറുപടി കൊടുത്തു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഖാല ഇൽമുഹാ ഇൻദ റബ്ബി, അവരെ കുറിച്ചുള്ള അറിവ് അള്ളാന്റെ അടുക്കലുണ്ട്. അള്ളാഹ്ക്ക് പിഴക്കൂല, അള്ളാഹ്ക്ക് മറക്കൂല. അതുകൊണ്ട് നമ്മള് കഴിഞ്ഞു പോയോലെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. എന്റെ വാപ്പാക്ക് പിഴച്ചു എന്നുള്ളത് കൊണ്ട് ഞാനും പിഴക്കണോ? വേണോ? എന്റെ ഉമ്മാക്ക് പിഴച്ചു എന്നതുകൊണ്ട് ഒരു മോനും മോളും പിഴക്കണോ? വേണ്ട. മക്കള് പിഴച്ചു എന്നുള്ളത് കൊണ്ട് മാതാപിതാക്കൾ പിഴക്കണോ? ഇല്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാപ്പ ബിംബമുണ്ടാക്കി കച്ചവടം ചെയ്യുന്ന ആളാ. എന്നിട്ട് മോനോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ ശക്തമായി എതിർത്തു വാപ്പയോട് സംവാദം നടത്തിയിട്ടില്ലേ കൂട്ടരെ? ഖുർആനിൽ പരിചയപ്പെടുത്തിയ രണ്ട് നബിമാർ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യത്തെ റസൂല, ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം. ഖുർആൻ പറഞ്ഞതോ ഇംറഅത്തു ലൂത്ത് നബിയുടെ ഭാര്യ, അതുപോലെ നൂഹ് നബിയുടെ ഭാര്യ, രണ്ടുപേരും പിഴച്ചവരുടെ കൂട്ടത്തിലാണെന്നും നരകത്തിലാണെന്നും ആശങ്കകൾക്കിടമില്ലാതെ പറയുന്നുണ്ട്. നൂഹ് നബിയുടെ മോനെ കുറിച്ച് എന്താ ഖുർആൻ പറഞ്ഞത്? താങ്കൾ വിഷമിക്കേണ്ട, അവന്റെ വിഷയത്തിൽ താങ്കളുടെ കുടുംബത്തിലെ പെട്ടവനല്ല എന്ന് പറഞ്ഞിട്ടില്ലേ? ഇല്ലേ കൂട്ടരെ? ഒരു നബിയുടെ ഭാര്യക്ക് പോലും, നബിയുടെ ഭാര്യയായിട്ട് പോലും നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ലെങ്കിൽ നമ്മുടെ വല്ലിപ്പമാരെ കുറിച്ച്, കാരണവന്മാരെ കുറിച്ച്, കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് ചർച്ച ചെയ്ത് സമയം കളഞ്ഞിട്ട് എന്ത് കാര്യമാണ് പ്രിയപ്പെട്ടവരെ? ഇല്ല. ഈ ന്യായങ്ങളാണ്, ഇനി ഞാൻ പറയുന്ന 3 ന്യായങ്ങളാണ് ഇതാ മുസ്ലിം ഉമ്മത്ത് എന്ന് അവകാശപ്പെടുന്ന പാവപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മക്ബറകളിലേക്ക് പോയാൽ സബദ് സലഫി പറഞ്ഞില്ലേ, ഇവിടെ ഖബറുകൾ കെട്ടിപ്പൊക്കിയ ഖബറുകൾ കെട്ടിപ്പൊക്കാൻ പാടില്ല. ഖബറുകൾ കെട്ടിപ്പൊക്കുന്ന ശിർക്കല്ല, ഖബറുകൾ കെട്ടിപ്പൊക്കുന്നത് ഹറാമാണ്. ഖബറുകൾ സാധാരണ ഖബറുകളാക്കി വെക്കണം. മുത്തുനബിയുടെ ഖബർ പോലും സഹാബി പറഞ്ഞു, കണ്ട സഹാബികൾ പറഞ്ഞു, നമ്മളാരും നബിയുടെ ഖബർ കണ്ടിട്ടില്ല. കണ്ടവർ പറഞ്ഞു, അവർ എഴുതി വെച്ചു, റുഫിഅ ഖബറുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. മിനൽ അർളി, ഭൂമിയിൽ നിന്ന്, നഹ്വം മിൻ ശിബർ, ഒരു ചാണോളം. തർക്കമുണ്ടോ മുസ്ലിങ്ങളെ? തർക്കമുണ്ടോ? ഫറുദ്ദൂഹു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടക്കൂ. വറസൂൽ, മുത്തുനബിയിലേക്ക് മടക്കൂ, ഹദീസിലേക്ക് മടങ്ങൂ. അപ്പൊ വിഷയം മനസ്സിലാകും. വേറെ കുറെ തർക്കിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ? ഈ വിഷയം മുത്തുനബിയുടെ ഖബർ പോലും ഒരു ചാൺ ഉയരമേ ഉള്ളൂ. നമ്മളാരും കണ്ടിട്ടില്ല. ഞാൻ എത്രയോ തവണ പരിസരത്ത് പോയിട്ടുണ്ട്. ഇതിൽ എന്നെക്കാൾ പോയവരുണ്ടാകാം. ആരും കാണുന്ന നിലയിലല്ല. 3 മതിൽ കെട്ടുകൾക്കുള്ളിലാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ കിടക്കുന്നത്. അത് സഹാബി പറഞ്ഞു, റുഫിഅ ഖബറുഹു, മുത്തുനബിയുടെ ഖബർ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. മിനൽ അർളി, ഭൂമിയിൽ നിന്ന്, നഹ്വം മിൻ ശിബർ, ഒരു ചാണോളമേ ഉയർത്തിയിട്ടുള്ളൂ. ആരുടെ ഖബർ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എന്നാണ്.
അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ജീവിച്ച സ്വഹാബത്ത് കിതാബുകളിൽ എഴുതി വച്ചിട്ടുള്ളത്. എന്നാലും കെട്ടിപ്പൊക്കിയ കബറുകൾ ഉണ്ടാക്കി കബറിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്ന പാവപ്പെട്ട ഉമ്മമാർ, കൊണ്ടെത്തിക്കുന്ന പണ്ഡിതന്മാർ ആ കബറാളിയോട് കരഞ്ഞു പറയുമ്പോ അവരുടെ മുന്നിൽ ചെന്ന് വിങ്ങി വിങ്ങി പൊട്ടി കണ്ണുനീരുകൾ ഒലിച്ച് അവിടെ വിരിച്ചിരിക്കുന്ന പച്ചപ്പുതപ്പിന്റെ മുകളിൽ കൈവച്ച് മൂടിക്കെട്ടിയിരിക്കുന്ന ജാറത്തിന്റെ മുകളിൽ കൈവച്ചുകൊണ്ട് വിങ്ങി വിങ്ങി കരഞ്ഞ് കബറാളികളോട് പറയുന്ന മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, ഈ കബറിൽ കിടക്കുന്നവർ അള്ളാഹുവാണോ? അവർ പറയും അല്ല, അല്ല, ഒരിക്കലുമല്ല. പിന്നെന്താ പറയാ? ഇത് ഞങ്ങൾക്കറിയുന്ന വലിയൊരു മഹാനാണ്. ആ മഹാനോട് ഞങ്ങളുടെ വിഷമം പറഞ്ഞാൽ ഈ വിഷമം റബ്ബിനോട് ആ മഹാൻ പറയും. ഈ മഹാന്റെ മുമ്പിൽ ഞങ്ങൾ ചെന്ന് പറഞ്ഞാൽ ഈ മഹാൻ നാളെ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും. ഈ മഹാന്റെ അടുത്ത് വരുന്നത് ഞങ്ങളുടെ വാപ്പയും വല്ലിപ്പയും ഒക്കെ വരുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതാ നാടന്മാരായ മനുഷ്യന്മാര് പറയാ. ഇനി ഖുർആൻ അതിന് മറുപടി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ. പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 3-ാമത്തെ വചനത്തിൽ പറയുകയാണ്, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫാ. അല്ലാഹുവിലേക്ക് ഞങ്ങൾ ഒരു അടുപ്പം അടുപ്പിക്കുന്നതിന് വേണ്ടിയല്ലാതെ ഞങ്ങൾ ഇവരെ ആരാധിച്ചിട്ടില്ല. അന്ന് പറഞ്ഞതാ, അന്ന് നബിമാരോട് പറഞ്ഞത് ആളുകള് ഇന്നും അത് തന്നെ പറയുന്നു. ഞങ്ങൾ ഇവരുടെ അടുത്ത് പോകുന്നത്, ഇവരോട് സങ്കടം പറയുന്നത്, ഇവരോട് വിഷമം പറയുന്നത് റബ്ബിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാനാണ്. ഇത് പറയരുത് എന്നാണ് ഖുർആൻ പറയുന്നത്. 39-ാം സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്ത്, 10-ാമത്തെ ആയത്ത് സൂറത്ത് യൂനിസിലെ 18-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാ, അന്നത്തെ കാലത്തെ മനുഷ്യർ പറഞ്ഞത് ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ഇവർ ശുപാർശ ചെയ്യും. എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ഇവർ ശുപാർശ ചെയ്യും. ഇന്നും അതല്ലേ പറയുന്നത്? ഇത് ഖുർആൻ പറഞ്ഞതാ? ഖുർആൻ ഇന്ന് ഇറങ്ങിയതാണോ? 1400 വർഷങ്ങൾ പിന്നിട്ടിട്ടില്ലേ? ഖുർആനിൽ പറയുന്നത് ഇത് പറയരുത് എന്നാ ഖുർആൻ പറയുന്നത്. 3-ാമത്തെ ന്യായം പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ശുഅറാ അതിന്റെ 70 മുതൽ 74 വരെയുള്ള വചനങ്ങളിൽ പറയുകയാണ്, നിങ്ങൾ ഇവരോട് ദുആ ചെയ്താൽ അവർ കേൾക്കുമോ? ഇബ്രാഹിം നബി ചോദിക്കുക, ബിംബങ്ങളെ വെച്ച് ചോദിക്കുക, പ്രതിഷ്ഠകളെ വെച്ച് ചോദിക്കുക, അല്ല കൂട്ടരെ ഈ പോയി നിന്ന് ഇങ്ങനെ പറഞ്ഞാൽ ഇവർ കേൾക്കോ? ഇവർ ഉപകാരം ചെയ്യോ? ഉപദ്രവം വരുത്താനുള്ള കഴിവുണ്ടോ? അന്നത്തെ മനുഷ്യർ പറഞ്ഞെന്താ അറിയോ? ഉപദ്രവിക്കുമോ ഉപകാരം ചെയ്യുമോ അതൊന്നും ഞങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല. മറിച്ച് ഖാലു, അവർ പറഞ്ഞു, ബൽ വജദിനാ അബാഅനാ കദാലിക യഫ്അലൂൻ, ഞങ്ങളുടെ വാപ്പാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുന്നതായിട്ടാണ് ഞങ്ങളുടെ കാരണവന്മാരെ ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഇതാ കൂട്ടരെ, പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം പഠിച്ച, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിച്ച പണ്ഡിതന്മാർ ഇതിനൊക്കെ വിശദീകരിച്ചു തന്നത് ഞാൻ ഈ പറഞ്ഞ അർത്ഥത്തിലാണ് എന്ന്. നിങ്ങൾക്ക് ബുദ്ധിശക്തി ഉണ്ടെങ്കിൽ, പഠിക്കാനുള്ള താല്പര്യമുണ്ടെങ്കിൽ, പഠിക്കണം വായിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചാലും കിട്ടുന്നത് ഇത് തന്നെയായിരിക്കും. ഖുർആനിൽ ഒരു ചോദ്യമുണ്ട്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ഒരടിമക്ക് അല്ലാഹു പോരെ? ഒരടിമക്ക് അല്ലാഹു പോരെ നിർഭയത്വം കിട്ടാൻ? എന്റെ മുന്നിൽ ഏത് വിഷമം വന്നാലും നിങ്ങളൊന്ന് നോക്കൂ, ഹെഡിങ് തന്നെ തൗഹീദിലൂടെയാണ് നിർഭയത്വം എന്നാണ്, അല്ലേ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള റസൂലുമാരുടെ ചരിത്രങ്ങൾ എടുത്തു നോക്കൂ നിങ്ങള്. മൂസാ നബിയുടെ കഥ എടുത്തു നോക്കൂ നിങ്ങള്. വലിയൊരു നദിയുടെ സമുദ്രത്തിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോ കൂട്ടുകാർ പറഞ്ഞു, ഒപ്പമുള്ളവർ പറഞ്ഞു, ഇന്നാ ലമുദ്റകൂൻ. ഇതാ ഫിർഔനും ടീമും വാളും പിടിച്ച് ആയുധങ്ങൾ പിടിച്ച് ഓടി വരികയാണ്. അഹങ്കാരിയായ ഫിർഔൻ വെട്ടിമുറുക്കും, സംശയമില്ല, വെട്ടിനുറുക്കിക്കളയും, സംശയമില്ല. മൂസാ നബിയുടെ കൂടെയുള്ളവർ പറഞ്ഞു, ഇന്നാ ലമുദ്റകൂൻ, നമ്മളെ ഇപ്പൊ പിടികൂടി, ഇനി രക്ഷയില്ല. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അങ്ങനെ പറയണ്ട, എന്റെ റബ്ബുണ്ട് എന്റെ കൂടെ, സയഹ്ദീൻ. ഞാൻ ചുരുക്കി പറയാ, സയഹ്ദീൻ, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. കൊടുത്തോ? കുലുങ്ങിപ്പോകേണ്ട സമയത്ത് അത്രമാത്രം രൂക്ഷമായ ഒരു ആ സാഹചര്യത്തിൽ നിൽക്കുമ്പോ തിരിഞ്ഞു നോക്കുമ്പോ ഏറ്റവും വലിയ അഹങ്കാരിയായ ഫിർഔനും ടീമും ഇങ്ങനെ ആയുധങ്ങൾ പിടിച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കൂട്ടരെയും പിടികൂടാൻ വേണ്ടി ഇങ്ങനെ ഓടി വരികയാണ്. ഇനി ഓടാൻ വഴിയില്ല, മുന്നിൽ വലിയ സമുദ്രമാണ്. അപ്പോഴും ഉറപ്പിച്ചു റബ്ബിലേക്ക്, പടച്ചോനെ നിന്റെ മാർഗത്തില, നിന്റെ തൗഹീദിന് വേണ്ടിയ ഈ അഹങ്കാരിയുടെ കൊട്ടാരത്തിലേക്ക് ചെന്നത്, അവനോട് മത്സരം നടത്തിയത് എല്ലാം നിനക്ക് വേണ്ടിയാണ് റബ്ബേ. നിന്റെ വഹ്ദാനിയത്ത് ലോകത്ത് പഠിപ്പിക്കാനാ, നിന്റെ ഈ വക്രതയില്ലാത്ത നിന്റെ വടി ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിക്കാനാ. ഞാൻ എന്റെ റബ്ബിന്റെ മാർഗത്തിലാ, എനിക്ക് പേടിയില്ല, എന്റെ റബ്ബ് എനിക്കൊരു വടി കാണിച്ചു തരും. അല്ലാഹ് പറഞ്ഞു, അടിക്കൂ, വടി കൊണ്ട സമുദ്രത്തിൽ അടിക്കൂ. ഇത് മായാവി കഥയല്ല.
ചിത്രഭൂമിയിലോ പൂമ്പാറ്റയിലോ ബാലരമയിലോ വന്നതല്ല. അള്ളാഹുവിന്റെ സംസാരമാണ്. തമാശക്കളിയല്ല ഇത്, കുട്ടിക്കളിയല്ല ഇത്. കൊണ്ട് ആ വടി കൊണ്ട് അടിക്കൂ, വെള്ളത്തിൽ അടിച്ചു. രണ്ട് പിന്നെ ദിശയിലേക്ക് വെള്ളമങ്ങും മാറി നിന്നു. ഒരു ഉണങ്ങിയ വടി അവിടെ ഉണ്ടായി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂട്ടരും അതിലൂടെ കടന്നു. കരയിലെത്താനാകുമ്പോഴേക്ക്, മറുകരയിലെത്താനാകുമ്പോഴേക്ക് ഫിർഔനും ടീമും ഈ സമുദ്രത്തിന്റെ മധ്യഭാഗത്തെത്തി. കൂട്ടിയടിപ്പിച്ചു. അല്ലാഹ് ചുരുക്കി പറയാ, കൂട്ടിയടിപ്പിച്ചു. അപ്പൊ ഫിർഔൻ പറഞ്ഞു, മൂസാ നബിയുടെ റബ്ബിൽ ഞാൻ ഇതാ വിശ്വസിക്കുകയാണ്. പക്ഷെ അള്ളാഹ് അവസരം കൊടുത്തില്ല. അപ്പോഴേക്കും മരണത്തിന്റെ കൊറകറ ശബ്ദവും ആ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന അവസ്ഥയും എത്തിയിട്ടുണ്ട്. ഇല്ല, അള്ളാഹു സ്വീകരിച്ചില്ല. ഇത് കൂട്ടരെ, ഇത് നിർഭയത്വത്തിന്റെ മാർഗമാണ്. വലിയ തീക്കുണ്ടാരമുണ്ടാക്കി. തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ ഇങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുപോയി നിർത്തി. വലിയ ദണ്ടുപയോഗിച്ച് തീക്കുണ്ടാരത്തിലേക്ക് തള്ളിയിടാൻ നേരത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയില്ല, ഞാൻ ആ തീയിലേക്ക് വീഴുമ്പോ അല്ലാഹു തആല തീയിനോട് തണുപ്പേകാൻ പറയും, അല്ല ബർദേകാൻ പറയും എന്ന്, സമാധാനമേകാൻ പറയുമെന്ന് ഒരിക്കലും ഇബ്രാഹിം നബിക്കറിയില്ല. ഇത് നാടകമല്ല, ഇതേതെങ്കിലും പ്രച്ഛന്ന വേഷം സ്വീകരിക്കലല്ല. മറിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അറിയാം, ഞാൻ ഈ തീക്കുണ്ടാരത്തിലേക്ക് വീണാൽ ഒരുപക്ഷെ കത്തിക്കരിഞ്ഞു പോകും. പക്ഷേ ആ കിങ്കരന്മാരുടെ മുന്നിൽ നിന്നുകൊണ്ട്, ബഹുദൈവാരാധകരുടെ മുന്നിൽ നിന്നുകൊണ്ട്, ഓ ഇബ്രാഹിം, താങ്കൾക്ക് വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോ ചങ്കൂറ്റത്തോടുകൂടി, ആദർശനിബിഡമായി, ആണത്തത്തോടുകൂടി നെഞ്ചു വിരിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഉണ്ടെനിക്ക് പറയാൻ, ഒരൊറ്റ വാക്കേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ മുന്നിൽ വെച്ച് നിങ്ങൾക്ക് എന്നെ എന്തും ചെയ്യാം, പ്രശ്നമില്ല. പക്ഷെ ഞാൻ ഒരു വാക്കുറക്കെ പറയുന്നു, ഹസ്ബിയല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി. ഹസ്ബിയല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി. ഇതൊരു നിർഭയത്വത്തിന്റെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന മറുപടിയാണ്. ഒരു മുട്ടുസൂചി കാണുമ്പോ, ഏതെങ്കിലും ഒരു പോറലേൽക്കുമെന്ന് തോന്നുമ്പോ, ഒരു ചെറിയ ചരക്കല്ല് കാണുമ്പോ, പ്രിയപ്പെട്ടവരെ, പിടച്ചു പോകുന്നതല്ല വിശ്വാസം, ഉറച്ചു നിൽക്കുന്നതാണ്. ആ നിർഭയത്വം എവിടുന്ന് കിട്ടുന്നു? ഇതാ ഖുർആനിന്റെ പ്രഖ്യാപനമുണ്ട്, നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉന്നതന്മാർ. അൻതുമുൽ അഅ്ലൗൻ, നിങ്ങളാണ് ഉന്നതന്മാർ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾക്ക് ഈമാനുണ്ടോ, വിശ്വാസമുണ്ടോ എങ്കിൽ നിങ്ങളാണ് വിവിഐപികൾ. ജോലി ഒരു ഫാക്ടറിയിലെ സെർവന്റ് ആകാം, ഒരു കമ്പനിയിലെ അടിച്ചുവാരുന്ന ജോലിയാകാം. പക്ഷെ വിശ്വാസത്തിന്റെ കരുത്തുണ്ടോ? ആത്മവിശ്വാസമുണ്ടോ? ദീന് കൊണ്ട് കരുത്ത് നേടിയിട്ടുണ്ടോ? ആരെന്ത് പരിഹസിച്ചാലും, ആരെന്ത് കുത്തിപ്പറഞ്ഞാലും, ആരെന്ത് തട്ടിപ്പറഞ്ഞാലും, ആരെന്ത് കളിയാക്കിയാലും ഇല്ല, എന്റെ കൽബ് കുലുങ്ങില്ല. കാരണം എന്താ? എന്റെ വിശ്വാസം എന്റെ റബ്ബിന്റെ മേലെയാണ്. ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന റബ്ബിലാണ്. അതുകൊണ്ട് എന്റെ റബ്ബ് എന്നെ സഹായിക്കും. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടക്കുവാനുള്ള എല്ലാവിധ സാഹചര്യവും എന്റെ റബ്ബനി കുരുക്കിത്തരും. അതുകൊണ്ട് വിശ്വാസമുണ്ടോ? നിങ്ങളാണ് കരുത്തുറ്റവർ. അതുകൊണ്ട് ഖുർആനിന്റെ ചോദ്യം ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ഒരടിമക്ക് അല്ലാഹ് പോരെ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. പക്ഷെ പോരാന്ന ചില ആളുകള് ചില വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടൊക്കെ തെളിയിക്കാറുള്ളത്. അല്ലാഹ് പറയാ, വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി, അവന് പുറമെയുള്ളവരെ കുറിച്ച് പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുക. നിങ്ങളെ മനസ്സിനെ, നിർഭയത്വമുള്ള മനസ്സിനെ അസ്വസ്ഥമാക്കുക, സമാധാനമുള്ള മനസ്സിനെ ചാഞ്ചല്യമാക്കുക. എന്ത് പറഞ്ഞിട്ട്? മറ്റുള്ളവരെ പറഞ്ഞ്, അതാ ആ ഖബറിൽ കിടക്കുന്ന ആള്, ഈ ഖബറിൽ കിടക്കുന്ന ആള്, ചിലപ്പോൾ പെട്ടെന്നൊരു കഥ കൊണ്ട് പൊന്തും, ദാ ഈ ഖബർസ്ഥാനിൽ ഒരു ഖബർ അങ്ങ് പൊന്തിയിട്ടുണ്ട്, പിന്നെ അതിന്റെ പിന്നാലെ ആയിരിക്കും. പിന്നെ മനസ്സിലായില്ലേ? ഈ ഖബർസ്ഥാനിൽ ഒരു ഖബർ അങ്ങ് പൊന്തി, പിന്നെ ചർച്ചകൾ അവിടെയാണ്. ആ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടോ സഹാബത്തിന്റെ ഖബർ പൊന്തിയത്, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ പൊന്തിയത്? കേട്ടിട്ടില്ല. നമ്മളെ നാട്ടിലൊക്കെ കേൾക്കും, ഹൈവേ വരുന്ന സ്ഥലത്ത്, റോഡുകൾ വികസിക്കുന്ന സ്ഥലത്തൊക്കെ ഖബറിലുള്ള ആളെ അപ്പുറത്തേക്ക് മാറ്റുമ്പോൾ അത്ഭുതം കണ്ടത്. ആ എന്തൊക്കെ കഥകളാണ് പ്രിയപ്പെട്ടവരെ, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ഷാഫി മദ്ഹബ് വെച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ആ ഖബറുകൾ സാധാരണ ഖബറാക്കി നിർത്താനേ പാടുള്ളൂ എന്ന കാര്യം ഷാഫി മദ്ഹബ് വെച്ചുകൊണ്ട് പ്രമാണം ഉദ്ധരിച്ച് ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. പക്ഷെ ഒരൊറ്റ വാക്ക് നമ്മൾ ഓർക്കണം, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് നിന്ന് ഇവിടെ പറയുന്നത് റബീഉൽ അവ്വൽ മാസത്തില. ആ റബീഉൽ അവ്വൽ മാസത്തില് തിങ്കളാഴ്ച ദിവസം ലോകത്ത് നിന്ന് ഇവിടെ പറയുമ്പോ മരണത്തിന്റെ വേദന കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ പുളഞ്ഞു പോകുമ്പോ കാലുകൾ ചുരുട്ടി, കാലുകൾ നിവർത്തി ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട്, യാ ആയിഷ, ഇന്നലിൽ മൗതി ലസകറാത്ത്,
ഓ ആയിഷ, മരണത്തിന് എന്തൊരു അസ്വസ്ഥതയാണ് എന്നൊക്കെ പറഞ്ഞ ആ രംഗമുണ്ടല്ലോ. നമ്മുടെ നേതാവായ തങ്ങളായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണം കേട്ടിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു വാളെടുത്തതൊക്കെ നമുക്കറിയില്ലേ? ആരാ മുത്തുനബി വഫാത്തായി എന്ന് പറയുന്നത്? പറഞ്ഞവനെ ഞാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞത് ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടില്ലേ? സ്വഹാബത്ത് വികാരം കൊണ്ടുപോയ ദിനമാണത്. മുസ്ലിം ഉമ്മത്തെയും സാന്ദർഭികമായി പറയാ, ഏതൊരു മുസ്ലിമിന്റെയും കണ്ണ് നനഞ്ഞു പോകുന്ന ദിവസമാണത്. നമുക്ക് ആനന്ദിക്കാനും സന്തോഷിക്കാനും റോഡിലൂടെ മുദ്രാവാക്യം വിളിക്കാനും കോൽക്കളിയും ദഫുമുട്ടും റോഡിൽ നടത്താനുമുള്ള ദിവസമല്ലാതെ എന്ന് ഞാൻ സാന്ദർഭികമായി പറയാ. നിൽക്കട്ടെ, ആ ലോകത്ത് നിന്ന് വിട പറയുന്ന അന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നിട്ട് പറഞ്ഞ 2-3 വചനങ്ങൾ കൂടിയുണ്ട്. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, യാ ആയിഷ ഇന്ന ലിൽ മൗതി ലസക്കറാത്ത്, മരണത്തിന് വലിയ അസ്വസ്ഥതയുണ്ട്, വേദനയുണ്ട് എന്ന് പറഞ്ഞു. പോരാ, അല്ലാഹുവേ ലാ തജ്അൽ ഖബരി ഈദാ, എന്റെ ഖബറിനെ അല്ലാഹുവേ ഒരു ഉത്സവ പറമ്പാക്കി കൊടുക്കരുത്. കൊടുത്തിട്ടില്ല അല്ല, ഇതുവരെ കൊടുത്തിട്ടില്ല. പടച്ചോനെ, എന്റെ ഖബറിനെ ഒരാരാധിക്കപ്പെടുന്ന ബിംബമാക്കി കൊടുക്കരുത് അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ. 2 പ്രയോഗങ്ങൾ. എന്നിട്ട് പറഞ്ഞു, ലഅനത്തുല്ലാഹ് അലൽ യഹൂദി വന്നസ്വാറാ, യഹൂദികളെയും നസ്വാറാക്കളെയും അല്ലാഹ് ശപിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ നിങ്ങൾക്ക്? ലോകത്തുനിന്ന് വിട പറയുന്ന അന്നാ പറയുന്നത്, ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ അമ്പിയാക്കന്മാർ നബിമാരുടെ ഖബർ കിട്ടിയാൽ ആരാധനാ കേന്ദ്രമാക്കി മാറ്റുന്നവരാണ്. ആര്? യഹൂദികളും നസാറാക്കളും. ഒരു സാധാരണ സെമിത്തേരിയിൽ തന്നെ അവരുടെ ഇഷ്ടമാണ്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അവരുടെ ഖബറുകൾ മാർബിൾ കൊണ്ട് പൊതിഞ്ഞ്, ടൈൽസ് കൊണ്ട് പൊതിഞ്ഞ്, പേരെഴുതി, അങ്ങനെയൊക്കെയാണ്. അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൽ അത് അനുവദിക്കപ്പെട്ടതല്ല. അതുകൊണ്ട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തുനിന്ന് വിട പറയുന്ന അന്ന് പോലും പറഞ്ഞു, അല്ലാഹുവേ എന്റെ ഖബറിനെ ഒരാരാധിക്കപ്പെടുന്ന ബിംബമാക്കി കൊടുക്കരുത് റബ്ബേ. പടച്ചോനെ, എന്റെ ഖബറിനെ ഒരു ഉത്സവ പറമ്പാക്കി കൊടുക്കരുത് അല്ലാ. ഇന്നും കൊടുത്തിട്ടില്ല. അവിടെ പണ്ഡിതന്മാര് കാവൽ നിൽക്കുകയാണ്. ഏറെ നേരം അവിടെ നിന്ന പറയും, പൊയ്ക്കോളൂ എന്ന് പറയും. യാ ഹാജ്, അജി, എന്നാ പൊയ്ക്കോളൂ, റൂഹ് അങ്ങോട്ട് നീങ്ങട്ടെ, മുന്നോട്ട് പോവട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്നവരെ വേഗം പറഞ്ഞേക്കുക. സലാം പറയാം നമുക്ക്. നമ്മുടെ നേതാവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ, ഇടതും വലതുമായി കിടക്കുന്ന മഹാരഥന്മാരായ ആ സ്വഹാബത്ത് അല്ലേ, ആ സ്വഹാബത്തിന്റെ ഖബറുകളാ ഞങ്ങൾക്ക് ഷിയാക്കൾ പറഞ്ഞത്, ഞങ്ങൾക്കെങ്ങാനും മദീനയുടെ ഭരണം കയ്യിൽ കിട്ടിയാൽ ഞങ്ങൾ ആ 2 ഖബറുകളും മാന്തിയെടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുമെന്ന് പറഞ്ഞ ഷിയാക്കൾ ലോകത്തുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ വലതും ഇടതുമായി നിന്ന അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ, അവരെ കുറിച്ചാണ് ഇത് പറയുന്നത്. എന്തോ അവർക്ക് സഹാബത്തിനോട് വല്ലാത്ത വെറുപ്പ് തോന്നിയിട്ടുള്ള സന്ദർഭങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോയി ഈ ഘട്ടത്തിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എല്ലാ വിഷയങ്ങളും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമല്ല. 17,000 ആയത്തുകൾ ഉണ്ടായിരുന്നു ഖുർആനില്. അതൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും വെട്ടിച്ചുരുക്കിയതാണ് എന്നൊക്കെ പറയുന്ന ഷിയാക്കളെ കുറിച്ചൊക്കെ നമ്മൾ ശരിക്കും വായിക്കണം, പഠിക്കണം. എന്താ ലോകത്തുള്ള പല കക്ഷികളുടെയും വിശ്വാസങ്ങളെന്ന് നമ്മൾ അറിയണം, അന്വേഷിക്കണം. ഷിയാക്കളിൽ നിന്നാണ് ഈ ഖബർ കെട്ടിപ്പൊക്കുക എന്ന ഏർപ്പാട് വന്നിട്ടുള്ളത്. അത് നിങ്ങൾ അറിയണം, അന്വേഷിക്കണം. ആദ്യമായി ജന്മദിനാഘോഷങ്ങൾ കൊണ്ടുവന്നത് ലോകത്ത് ഷിയാക്കളാണ്. അത് നിങ്ങൾ അറിയണം. അങ്ങനെ ഷിയാക്കളുടെ വിശ്വാസം മുസ്ലിങ്ങളെ മരത്തിൽ പിടിച്ച എത്തിക്കണ്ണികളെ പോലെ മുസ്ലിം ഉമ്മത്തിന്റെ മേൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. അതിനെ വിച്ഛേദിച്ച് നിർത്തി, വേർതിരിച്ച് നിർത്തി, ഇത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസമല്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം മുസ്ലിം ഉമ്മത്തെ നമുക്കുണ്ട്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ഇവിടെ നടത്തിയ ഈ തൗഹീദിലൂടെയാണ്, നിർഭയത്വം തൗഹീദിലൂടെയാണ് എന്ന ഈ ക്യാമ്പയിനിന്റെ ഭാഗമായിട്ടുള്ള ഈ സന്ദേശ പ്രയാണത്തിന്റെ ഭാഗമായിട്ടുള്ള സംസാരം. പ്രിയപ്പെട്ടവരെ, ഇത് ഈ കേരളത്തിന്റെ 150-ലധികം സ്ഥലങ്ങളിൽ ഇതുപോലെ നടക്കാനിരിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ ഉള്ളവനൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഏറ്റിട്ടുണ്ട്.
അല്ലാഹു തആല നമ്മുടെ ലക്ഷ്യം ഈ തൗഹീദിന്റെ പ്രബോധനം റബ്ബ് ഈ കേരളത്തിന്റെ മുക്കമൂലകളിൽ ഗ്രാമാന്തരങ്ങളിൽ എത്തിച്ച് ആളുകൾ ചിന്തിക്കുന്നവരായി മാറാൻ നമ്മുടെ പ്രഭാഷണങ്ങൾ കൊണ്ട് നമ്മുടെ പ്രബോധനങ്ങളെ കൊണ്ട് അല്ലാഹു സാഹചര്യം ഒരുക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ നിന്റെ ദീന് വക്രതയില്ലാതെ, വളച്ചൊടിക്കലുകളില്ലാതെ, കൂട്ടിച്ചേർക്കലുകളില്ലാതെ, വെട്ടിച്ചുരുക്കലുകളില്ലാതെ സമൂഹത്തിന്റെ മുമ്പിൽ, പബ്ലിക്കിന്റെ മുമ്പിൽ അല്ലാഹുവേ നിന്റെ ദീന്, നിന്റെ വഹ്ദാനിയത്ത് പറയാനുള്ള ശ്രമം നടത്തുകയാണ്. അല്ലാഹുവേ, വാക്കിലോ അക്ഷരങ്ങളിലോ സ്ഖലിതങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പടച്ചവനെ പുറത്തു നൽകണേ. അല്ലാ, ഇത് കേട്ട ബേക്കൽ പ്രദേശത്തുള്ള മനുഷ്യരെ ആദ്യം മുതൽ അവസാനം വരെ നിന്ന് കേട്ടവരുണ്ട്, ഇവിടെ പരിസരങ്ങളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണേ, ആലോചിക്കണേ. പരലോകത്ത് നമ്മൾ ഒറ്റക്ക, ഖബറിൽ നമ്മൾ ഒറ്റക്ക, മരണം നമ്മെ പിടികൂടുന്ന സമയത്ത് നമ്മൾ ഒറ്റക്ക. റൂഹ് ഉള്ളിലേക്ക് വലിയുമ്പോ എടുക്കണോ റൂഹ് പുറത്തേക്കെന്ന് പറഞ്ഞ് മലക്കുകൾ ആക്രോശിക്കുമ്പോ നമ്മൾ ഒറ്റക്ക. കൂടെ കിടക്കുന്ന ഭാര്യ പോലും അറിയില്ല, കൂടെ കിടക്കുന്ന കൊച്ചു മക്കള് പോലും അറിയില്ല. നമ്മൾ ഒറ്റക്കായിരിക്കും വേദന സഹിക്കേണ്ടി വരിക. നമ്മുടെ ഒറ്റക്കാണ് ആ ഖബറിലേക്കുള്ള യാത്ര. നമ്മൾ ഒറ്റക്കാണ് കൂരിട്ടുള്ള ഖബറിൽ. ഇന്നല്ലെങ്കിൽ നാളെ ഇവിടം വിട്ടു പോകാനുള്ളവരാണ് നമ്മൾ. പരലോകമെന്ന് പറയുന്ന ലോകമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നവരാ നമ്മൾ. അവിടെ രക്ഷ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? മോക്ഷം കിട്ടണമെന്ന് നമ്മൾ കൊതിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ സത്യസന്ധമായി ദീനിനെ പഠിക്കുവാനുള്ള നല്ല സന്ദർഭങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഇതിനെ തുടർന്നുള്ള കൊച്ചു കൊച്ചു പരിപാടികൾ, പ്രോഗ്രാമുകൾ ഇതിവിടെ ഈ ജില്ലയിലെ ഒരു തുടക്കമാണ്. ഇതൊരു ജില്ലാതല ഉദ്ഘാടന പ്രോഗ്രാം മാത്രമാണ്. ഇതിനെ തുടർന്ന് ഇനി ജില്ലയുടെ വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ ഇൻഷാ അല്ലാഹ് പ്രോഗ്രാമുകൾ നടക്കാനിരിക്കുകയാണ്. എവിടെയാണോ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അഹ്ലുസുന്നയുടെ ആദർശം വിശദീകരിക്കുന്നത്, അവിടെ നിങ്ങൾ കാതോർത്ത് സത്യം സത്യമായി പഠിക്കാൻ, അസത്യത്തെ അസത്യമായി മാറ്റി നിർത്താൻ, ധർമ്മത്തിന്റെ കൂടെ സഞ്ചരിക്കാൻ, കൂനു മഅസ്വാദിഖീൻ, സത്യവാന്മാരുടെ കൂടെ നിലയുറപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. സർവശക്തനായ അല്ലാഹ് നമുക്ക് ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ഇൽമു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതെങ്കിലും വാക്കുകളോ അക്ഷരങ്ങളോ പിഴച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. കേട്ടവരെ, ശ്രദ്ധിച്ചവരെ, ഏതെങ്കിലും അക്ഷരപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തി വായിക്കണേ എന്ന് കൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ ഉമ്മമാർ, ജേഷ്ഠാനിയന്മാർ, മക്കൾ, ഭാര്യ, ഭർത്താക്കന്മാർ, അവിടെ ഖബറുകളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ലഹരിയുടെ മായാലോകത്തിലേക്ക് ദാ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ ലോകത്ത് നമ്മുടെ മക്കളെ, നമ്മുടെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികളെ, നമ്മുടെ അയൽവാസികളെ, നമ്മുടെ നാട്ടിലെ ഗ്രാമത്തിലെ ആളുകളെ അല്ലാഹു തആല തിന്മയിൽ നിന്ന് കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറിയ പ്രശ്നങ്ങൾക്ക് നിരപരാധികളായ ആളുകളെ വരെ ദാ കത്തിക്കുത്തിനും അതുപോലെ തന്നെ ആ കത്തിക്കുമൊക്കെ ഇരയാക്കുന്ന സന്ദർഭങ്ങളും വാർത്തകളും കേൾക്കുന്നു. അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്റെ ദീന് കൊണ്ടുള്ള നിർഭയത്വം നൽകി നീ അനുഗ്രഹിക്കണേ. അല്ലാ, വാഹന അപകടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്കൂളിലെ ഒരുപാട് ജീവനക്കാർ എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം 9ഓളം ആളുകൾ മരിച്ച, 6 അധ്യാപകരും അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആ ആന്റി അടക്കമുള്ളവരുടെ മരണവാർത്ത, അവർ സഞ്ചരിച്ച വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് മരണവാർത്ത നിങ്ങളൊക്കെ ഇന്നലകളിൽ അല്ലെങ്കിൽ ഇന്നലെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. അല്ലാഹു ആ മരണപ്പെട്ടു പോയ ആളുകൾക്ക് ഖബറിൽ വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെ കുടുംബങ്ങൾക്ക് അല്ലാഹു തആല സമാധാനം നൽകുമാറാകട്ടെ. ക്ഷമിക്കാനുള്ള കഴിവ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ദാരുണമായ അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ. അല്ലാ, കാലവിപത്തുകൾ പടച്ചവനെ, അതിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കണേ. അല്ലാ, പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ. അല്ലാ, മാരകമായ ക്യാൻസർ പോലെയുള്ള അല്ലാഹുവേ വിവരിക്കാൻ പോലും കഴിയാത്ത വ്യത്യസ്ത പേരിട്ട് വിളിക്കുന്ന അസുഖങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, നിന്റെ വഹ്ദാനിയത്ത് മനസ്സിലാക്കാത്ത ആളുകളിലേക്ക് മനസ്സിലാക്കുവാനുള്ള ഒരു ടേണിംഗ് പോയിന്റായി ഇവിടെ നടന്ന 3 സംസാരങ്ങളെയും അല്ലാഹുവേ നീ സ്വീകരിക്കണേ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങളുടെ പ്രവർത്തകന്മാർ, വീട് കയറി ഇറങ്ങിയവർ, അല്ലാഹുവേ ഇതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പോയവർ, അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ. സാമ്പത്തികമായി ഈ പ്രോഗ്രാമിന് വേണ്ടി സഹായം നൽകിയവർക്ക് നീ ബറക്കാത്തുകൾ നൽകി അനുഗ്രഹിക്കണേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.